ഓക്കെ, ഇതാണ് അതിന്റെ ക്ലാരിറ്റി. അപ്പോൾ ഇതിന്റെ സമ്മറി ഒന്നുകൂടെ നോക്കാം. ഇത്രയും നേരം പറഞ്ഞത്, ഈസ് റിപ്പൻറ്റൻസ് ഓൾവേസ് മീൻ റിപ്പൻ ഫ്രം സിൻ. മാനസാന്തരം എന്നുള്ള വാക്കിന് എപ്പോഴും മാനസാന്തരവും പാവങ്ങൾ വിട്ട് മാനസാന്തരപ്പെടണം, അല്ലെ പാവങ്ങൾ വിട്ട് തിരിയണമെന്നാണോ അർത്ഥം? അല്ല. രണ്ടാമത്തെ, ഡു വി റിപ്പന്റ് അറ്റ് ദ ടൈം ഓഫ് സാൽവേഷൻ? യെസ്. രക്ഷയുടെ സമയത്ത്, രക്ഷിക്കപ്പെടുന്ന സമയത്ത് നാം മാനസാന്തരപ്പെടുന്നുണ്ടോ? ഉണ്ട്. ഫ്രം വാട്ട് വി റിപ്പന്റ് അറ്റ് ദ ടൈം ഓഫ് സാൽവേഷൻ? രക്ഷിക്കപ്പെടുന്ന സമയത്ത് നാം എന്തിൽ നിന്നാണ് മാനസാന്തരപ്പെടുന്നത്? ഉത്തരം എന്തുവാ? രക്ഷയ്ക്കായി യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്ത അവസ്ഥയിൽ നിന്നും എങ്ങോട്ടാണ് മാറുന്നത്? രക്ഷയ്ക്കായി യേശുക്രിസ്തുവിൽ മാത്രം വിശ്വസിക്കുന്ന, ആശ്രയിക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നു. ഓക്കെ, അടുത്ത ചോദ്യം, ഈസ് റിപ്പൻറ്റൻസ് ഫ്രം സിൻ ഈസ് എ വർക്ക് ഫ്രം ദ സിന്നേഴ്സ് സൈഡ്? പാപങ്ങളിൽ നിന്നുള്ള മാനസാന്തരം എന്നുള്ളത്, പാപങ്ങളിൽ നിന്നുള്ള മാനസാന്തരം പാപിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രവൃത്തിയാണോ? യോന 3:10 നാം കണ്ടു അതിന് ഉത്തരം. അതെ, അതൊരു പാപിയുടെ ഭാഗത്തുനിന്നുള്ള പ്രവൃത്തിയാണ്. അതുകൊണ്ട് അത് രക്ഷയ്ക്ക് വേണ്ടി അല്ല, രക്ഷിക്കപ്പെട്ടത് കൊണ്ടാണ്. ഈസ് റിപ്പൻറ്റൻസ് ഫ്രം സിൻ ഈസ് എ വർക്ക്, ഈസ് റിപ്പൻറ്റൻസ് ഫ്രം സിൻ ഈസ് നീഡഡ് ഫോർ സാൽവേഷൻ? നോ. പാപങ്ങളിൽ നിന്നുള്ള മാനസാന്തരം രക്ഷയ്ക്ക് വേണ്ടിയാണോ? അല്ല, രക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന് ചേർക്കരുത്. ഈസ് റിപ്പൻറ്റൻസ് നീഡഡ് ആഫ്റ്റർ സാൽവേഷൻ? യെസ്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞും മാനസാന്തരം ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. എന്തിൽ നിന്നാണ് മാനസാന്തരം ആവശ്യമുള്ളത്? രക്ഷയ്ക്ക് ശേഷം നമ്മുടെ അനുദിന പാപങ്ങളിൽ നിന്ന് നാം മനസ്സ് തിരിഞ്ഞ് ദൈവസന്നിധിയിൽ പ്രസാദകരമായ നേർവഴിയിലേക്ക് അനുദിനം നാം മാനസാന്തരപ്പെടേണ്ടത് ആവശ്യമാണ്. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഇന്ന് നാം പഠിക്കുവാൻ പോകുന്ന വിഷയം മാനസാന്തരം എന്നുള്ള വിഷയമാണ്. പൊതുവെ നമുക്ക് ചുറ്റും ഈ ഒരു വാക്ക് പലപ്പോഴായിട്ട് നാം കേട്ടിട്ടുണ്ട് എങ്കിലും വളരെയധികം തെറ്റിദ്ധാരണ ഉളവായ രീതിയിലാണ് പൊതുവെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ്. അതിൻ്റെ അർത്ഥം അതെന്താണോ അതിൻ്റെ ശരിയായ അർത്ഥം അതേ രീതിയിൽ മനസ്സിലാക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഉണ്ട്. അതാണ് നാം ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, മാനസാന്തരം രക്ഷിക്കപ്പെടുമ്പോൾ എങ്ങനെയാണ് മാനസാന്തരം എന്ന് ഉള്ള വാക്ക് കൊണ്ട് അർത്ഥമാക്കുന്നത്? രക്ഷിക്കപ്പെടുമ്പോൾ എങ്ങനെയാണ് മാനസാന്തരം അവിടെ നടക്കുന്നത്? രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് എങ്ങനെയാണ്? അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. മുന്നോട്ട് പോകുന്നതിന് മുൻപ് തന്നെ ഇതിൻ്റെ ഒരു ബിഗ് പിക്ചർ ആദ്യമേ പറയാം. അതിനൊരു കാരണമുണ്ട്. കാരണം ഈ ഒരു വിഷയത്തിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ മുൻവിധികൾ കൊണ്ട്, അല്ലെങ്കിൽ ഇതൊക്കെ എനിക്ക് അറിയാവുന്നതാണ്, ഇതൊക്കെ പുതിയ കാര്യമൊന്നുമല്ല, അത് ഒരു ചിന്താഗതി. മറ്റൊരു ചിന്താഗതി എന്ന് പറയുന്നത് അപ്പോൾ രക്ഷിക്കപ്പെടുമ്പോൾ മാനസാന്തരം ഒന്നും വേണ്ടായോ, അല്ലെങ്കിൽ പാപങ്ങൾ വിട്ട് മാനസാന്തരപ്പെടണ്ടായോ എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ച്, മുൻവിധിയോടുകൂടി തെറ്റിദ്ധരിച്ച് ഈ സെഷൻ മുന്നോട്ട് കാണാതെ പോകുവാൻ പലർക്കും, ഇതിപ്പോൾ ഓൺലൈനിൽ കാണുന്ന പ്രിയപ്പെട്ടവരുടെ കാര്യം മാത്രമല്ല, ഇത് പിന്നീട് റെക്കോർഡായി കഴിയുമ്പോൾ കാണുന്ന സമയത്തും പലരും തെറ്റിദ്ധരിച്ചേക്കാം. അപ്പം അങ്ങനെ തെറ്റിദ്ധരിക്കാതിരിക്കുവാനാണ് ഇതിൻ്റെ ബിഗ് പിക്ചർ ആദ്യം തന്നെ പറയുന്നത്. മാനസാന്തരം ആവശ്യമുണ്ട്. രക്ഷിക്കപ്പെടുമ്പോൾ എങ്ങനെയാണ് ആവശ്യമുള്ളത്? രക്ഷിക്കപ്പെടുമ്പോൾ നാം യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാണ് നാം രക്ഷിക്കപ്പെടുന്നത്. യേശു ക്രിസ്തു എനിക്ക് വേണ്ടി പാപത്തിന്റെ ശിക്ഷ മുഴുവൻ അനുഭവിച്ച് തീർത്തു എന്ന് ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ ഞാൻ എൻ്റെ ആശ്രയം മുഴുവനായിട്ട് യേശു ക്രിസ്തുവിൽ മാത്രമാണ് വെച്ചിരിക്കുന്നത്. എൻ്റെ യാതൊരു പ്രവൃത്തികളിലോ ഒരു മേന്മയിലോ മറ്റൊരു വ്യക്തികളിലോ ഒന്നുമല്ല. ഇങ്ങനെയാണ് നാം രക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ മാനസാന്തരം എന്നുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? യേശുക്രിസ്തുവിൽ വിശ്വസിക്കാതെ ഇരിക്കുന്ന ആ അവസ്ഥയിൽ നിന്നും നാം മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുക. അതൊരു നിമിഷം കൊണ്ട് നടക്കുന്ന
വൺ ടൈം ഇവന്റ് ആണ്. എന്നാൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് മാനസാന്തരം ആവശ്യമുണ്ടോ? രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് മാനസാന്തരം ആവശ്യമുണ്ട്. എന്നാൽ അവിടെ എന്താണ് മാനസാന്തരം ആവശ്യമുള്ളത്? എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യുന്നത്? രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നാം ദൈവ മകനായി, ദൈവമകളായി തീർന്നു. ആ നിമിഷം മുതൽ ദൈവത്തിന്റെ വഴികൾ, ദൈവം നാം നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ദൈവത്തെ പ്ലീസ് ചെയ്ത് നടക്കണം എന്നുള്ള ആ വഴികൾ ദൈവം കാണിച്ചു തന്നിട്ടുണ്ട് ദൈവത്തിന്റെ വചനത്തിലൂടെ. അതിന് വിപരീതമായിട്ട് നാം ചെയ്യുന്ന ഒരു കാര്യമാണ് സിൻ. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എന്ത് കാര്യം അതാണ് സിൻ. അപ്പൊ ആ വഴികളിലൂടെ, പാപ വഴികളിലൂടെ നാം നടക്കുകയാണെങ്കിൽ നാം അവിടുന്ന് മനം തിരിഞ്ഞ് കറക്റ്റ് വേയിലൂടെ നടക്കണം, ശരിയായ പാതയിലൂടെ നടക്കണം. അതാണ് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞുള്ള മാനസാന്തരം ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി അതിന്റെ ഡീറ്റെയിലേക്ക് പോവാം. ഇതാണ് അതിന്റെ ഒരു ബിഗ് പിക്ചർ എന്ന് പറയുന്നത്. ഇതിന്റെ ഡീറ്റെയിൽ ആണ്. ഇതിന്റെ തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണ്, അതെല്ലാം ഓരോന്നോരോന്നായിട്ട് ഒരു സംശയത്തിന്റെ ഒരു നിഴല് പോലും ഇല്ലാതെ മാക്സിമം ക്ലിയർ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. നമുക്ക് അടുത്ത ഇതിന്റെ സെക്ഷനിലേക്ക് പോവാം. എന്തുകൊണ്ടാണ് മാനസാന്തരം എന്നുള്ള വാക്ക് അല്ലെങ്കിൽ മാനസാന്തരം എന്നുള്ള ആ ഒരു ഡോക്ട്രിൻ പഠിക്കേണ്ടതിന്റെ ആവശ്യകത? ഈ വാക്കിന്റെ അർത്ഥം തെറ്റായി മനസ്സിലാക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതൊരു തെറ്റായ സുവിശേഷം ഉളവാകുവാൻ കാരണമാകുന്നു. തെറ്റായ സുവിശേഷം ഉണ്ടായാൽ എന്താ ആണ് പ്രശ്നം? അത് രക്ഷിക്കപ്പെടാത്ത ആളുകളെ രക്ഷിക്കപ്പെട്ടിരിക്കുകയാണെന്നുള്ള ഒരു ധാരണയിലേക്ക്, ഒരു തെറ്റിദ്ധാരണയിലേക്ക് കൊണ്ട് എത്തിക്കുന്നു. അങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ആ വ്യക്തികൾ അവസാനം നിത്യമായ നരകത്തിൽ പോയിട്ട് ബേൺ ചെയ്യേണ്ട അവസ്ഥ വരുന്നു, യാതന അനുഭവിക്കേണ്ട അവസ്ഥ വരുന്നു. ഇതാണ് ഇതിന്റെ സീരിയസ്നെസ്. അതുകൊണ്ടാണ് ഈ ഒരു വാക്കിന്റെ അർത്ഥം, ഈ ഒരു ഡോക്ട്രിൻ കൃത്യമായി നാം മനസ്സിലാക്കിയിരിക്കണം എന്നതിന്റെ പ്രാധാന്യം. എന്താണ് ഇതിന്റെ ഈ വാക്ക് തെറ്റായി മനസ്സിലാക്കിയത് കൊണ്ട് ഉണ്ടാകുന്ന എന്ത് തെറ്റായ സുവിശേഷമാണ് ഉണ്ടാകുന്നത് എന്ന് ചിലപ്പോൾ നമുക്ക് മനസ്സിൽ തോന്നിയേക്കാം. ഇതാണ് ആ കാര്യം. രക്ഷിക്കപ്പെടുവാൻ വേണ്ടി അല്ലെങ്കിൽ രക്ഷ ലഭിക്കുവാൻ വേണ്ടി പാപി തൻ്റെ പാപങ്ങളെ വിട്ട് മാനസാന്തരപ്പെടണം എന്നുള്ളതാണ് തെറ്റായ സുവിശേഷം. ഒന്നുകൂടെ പറയാം, കാരണം ഇത് പൊതുവെ പലരും വളരെ തെറ്റാണെങ്കിൽ പോലും അത് വ്യക്തമായിട്ട് പറയുന്നില്ല. ഒന്നുകൂടെ ചോദിച്ചു കഴിഞ്ഞാൽ അത് വേറെ എന്തെങ്കിലും പറയും. അങ്ങനെയാണ് ഇപ്പോൾ പൊതുവെ പറഞ്ഞു കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നുകൂടെ പറയാം, രക്ഷിക്കപ്പെടുവാൻ വേണ്ടി പാവി തൻ്റെ പാപങ്ങളെ വിട്ടുപേക്ഷിച്ച് മാനസാന്തരപ്പെടണം എന്ന് പറയുകയാണെങ്കിൽ അത് തെറ്റായിട്ടുള്ള സുവിശേഷമാണ്. എന്താണ് ഇതിന്റെ കാരണം? അതായത് റിപ്പന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്ന് പൊതുവെ വെറുതെ ഒരാളോട് പോയി ചോദിക്കുക. ആള് പറയും, അത് നമ്മുടെ പാപശീലങ്ങളും നമ്മുടെ മോശം ശീലങ്ങളൊക്കെ വിട്ടു തിരിയണമല്ലോ, അതാണല്ലോ മാനസാന്തരം. കാരണം പള്ളിയിലും പല സഭകളിലും ഒക്കെ നിങ്ങളുടെ മദ്യപാനം വിട്ടു തിരിഞ്ഞ് മാനസാന്തരപ്പെടണം, ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു വാക്ക് കേൾക്കുമ്പോഴേ നാം ബ്രെയിൻ വാഷ്ഡ് ആയിട്ടിരിക്കുകയാണ്. റിപ്പന്റ് ഈക്വൽ ടു റിപ്പന്റ് ഫ്രം സിൻ എന്ന്. മാനസാന്തരം എന്ന് പറഞ്ഞാൽ പാപങ്ങൾ വിട്ടു തിരിയണം അല്ലെ ഉപേക്ഷിക്കണമെന്നാണ് എന്ന് നാം മുൻവിധിയോടുകൂടി അങ്ങ് തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിന് പിന്നെ ഈ വാക്കെടുത്ത് എവിടെ ഇട്ടാലും നാം ഇതേ അർത്ഥം തന്നെ മാത്രമേ നാം മനസ്സിലാക്കത്തുള്ളൂ. എന്നാൽ ഇത് തന്നെയാണോ അർത്ഥം എന്ന് നാം മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. ഈ റിപ്പന്റ് എന്നുള്ള വാക്കിന് മാത്രമല്ല, ഇതുപോലെ പല വാക്കുകളും ഉണ്ട്. കാരണം പുതുക്കുക, ഞാൻ പുതുക്കി എന്നുള്ള വാക്ക് പറയൂ. അപ്പോൾ ഞാൻ പുതുക്കി എന്ന് പറഞ്ഞാൽ എന്തുവാ പുതുക്കിയെന്ന് ആർക്കെങ്കിലും അറിയാവോ? ചിലപ്പോൾ അത് പാസ്പോർട്ട് പുതുക്കിയെന്നായിരിക്കും, അല്ലെങ്കിൽ അത് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കിയെന്നായിരിക്കും. അത് ഏത് കോണ്ടെക്സ്റ്റിലാണോ ആ വാക്ക് കൊണ്ടിടുന്നത് അതിനനുസരിച്ച് എന്താണ് പുതുക്കിയത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലൊരു വാക്കാണ് റിപ്പന്റ്. എന്നാൽ റിപ്പന്റ് എന്ന് പറഞ്ഞാൽ റിപ്പന്റ് ഫ്രം സിൻ ആണെന്ന് തെറ്റിദ്ധരിക്കാൻ കാരണങ്ങളുമുണ്ട്. ആ കാരണങ്ങളുടെ റൂട്ട് കോസസ് ആണ് നാം നോക്കാൻ പോകുന്നത്. ഒന്ന് മർക്കോസ് 1:15 ആൻഡ് സേയിങ് the time is fulfilled and the kingdom of God is at hand, repent ye and believe the gospel. മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ഇതേ കണ്ടില്ലേ അവിടെ എഴുതിയിരിക്കുന്നത് മാനസാന്തരപ്പെടണമെന്ന്.
അതിന്റെ അർത്ഥം നമ്മൾ പാപങ്ങൾ വിട്ടെല്ലാം തിരിഞ്ഞ് സുവിശേഷത്തിൽ വിശ്വസിക്കണമെന്നാണ് തെറ്റായ സുവിശേഷം പറയുന്നത്. അല്ലെങ്കിൽ തെറ്റായ സുവിശേഷം അറിയിക്കുന്നവർ പറയുന്നത്. എന്നാൽ 2, 3 റൂട്ട് കോസസും ഉണ്ട്. ആ വാക്യം കൂടെ നോക്കാം. രണ്ടാമത് ലൂക്കോസ് 15-ാം അധ്യായം 8 മുതൽ 9 വരെ വാക്യങ്ങൾ. ഇതിന്റെ മുഴുവൻ വായിക്കുന്നില്ല. ഞാൻ ഒരു ഉപമയായതുകൊണ്ട് അതിന്റെ അവസാനത്തിലേക്ക് ഞാൻ വരാം. Likewise, I say unto you, there is joy in the presence of the angels of God over one sinner that repenteth. മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകും. അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതാണ് രണ്ടാമത്തെ വാക്യം. ഇവിടെ എഴുതിയിട്ടുണ്ട് മാനസാന്തരപ്പെടുന്ന പാപി എന്ന്. മൂന്നാമത്തെ വാക്യം, റിപ്പന്റ് ye therefore and be converted that your sins may be blotted out. ഇത് കണ്ണു അടച്ച് ഇതെന്താണ് ആ എഴുതിയിരിക്കുന്നതെന്ന് വായിക്കാനുള്ള ഒരു ക്ഷമ പോലും ഇല്ലാതെ ഒറ്റ ശ്വാസത്തിൽ അങ്ങ് പറഞ്ഞിട്ട് ഇതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട്. അതായത്, ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. കണ്ടില്ലയോ, നിങ്ങളുടെ പാപങ്ങൾ വിട്ട് മാനസാന്തരപ്പെടണം. അവിടെ അങ്ങനെ എഴുതിയിട്ടില്ല. നിങ്ങളവിടെ പാപങ്ങൾ വിട്ട് മാനസാന്തരപ്പെടണം എന്നല്ല എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. എവിടുന്ന് എങ്ങോട്ടാ തിരിയേണ്ടതെന്നൊന്നും അതായത് എവിടുന്ന് എങ്ങോട്ടാ തിരിയേണ്ടതെന്ന് അവിടെ പാപങ്ങൾ വിട്ട് തിരിയണം എന്നാണോ എഴുതിയേക്കുന്നത്? അങ്ങനെ എഴുതിയിട്ടില്ല. ഒരു വാക്യം കൂടെ നോക്കിയിട്ട് നമുക്ക് അതിന്റെ ക്ലാരിറ്റിയിലേക്ക് പോവാം. അപ്പോസ്തല പ്രവൃത്തി 17:30. And the times of this ignorance God winked at, but now commandeth all men everywhere to repent. എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. ഇവിടെ എഴുതിയിട്ടുണ്ട് എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന്. ഈ 4 വാക്യങ്ങൾ എടുത്തിട്ട് കണ്ടില്ലേ, ഇവിടെ മാനസാന്തരപ്പെടണമെന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ വിട്ട് മാനസാന്തരപ്പെടണം എന്നൊരാൾ പറഞ്ഞാൽ കേൾക്കുമ്പോൾ നല്ല ഒരു സുഖമായിട്ടൊക്കെ തോന്നും. കണ്ടില്ലേ, ഒരു പാപങ്ങൾ വിട്ട് മാനസാന്തരപ്പെടണം എന്നല്ലേ പറഞ്ഞത്, അല്ലാതെ പാപങ്ങൾ തുടരണമെന്നൊന്നും അല്ലല്ലോ. കാരണം ആ രീതിയിൽ ചിന്തിച്ചു നോക്കുമ്പം നല്ലൊരു കാര്യമാണല്ലോ. എന്നാൽ നമ്മളിത് എന്തിനു വേണ്ടിയാ പറയുന്നത്? രക്ഷിക്കപ്പെടാൻ വേണ്ടി പാപങ്ങൾ മാഞ്ഞു കിട്ടണമെന്ന് പറഞ്ഞാൽ ആണ് തെറ്റിപ്പോകുന്നത്. ഇനി അതിന്റെ ക്ലാരിറ്റിയിലേക്ക് പോകാം. ഇങ്ങനെ ഈ 4 വാക്യങ്ങൾ വെച്ചിട്ട് പാപങ്ങൾ വിട്ട് മാനസാന്തരപ്പെട്ടാണ് രക്ഷിക്കപ്പെടുന്നതെന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുക. ഈ വാക്യങ്ങളിൽ ഏതെങ്കിലും വാക്യങ്ങൾ പാപങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പാപങ്ങൾ വിട്ട് മാനസാന്തരപ്പെടുക എന്ന് എവിടെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഇല്ല. രണ്ടാമത്തെ ചോദ്യം, ഈ വാക്യങ്ങൾ വായിച്ചുകൊണ്ട് ആരെങ്കിലും നിങ്ങളോട് പാപങ്ങളിൽ നിന്ന് മാനസാന്തരപ്പെടണമെന്ന് പ്രസംഗിക്കുകയോ പറയുകയോ ചെയ്താൽ അവർ ശരിക്കും തിരുവെഴുത്തിനോട് കൂട്ടിച്ചേർക്കുകയാണോ? അതായത് പാപങ്ങളിൽ നിന്ന് മാനസാന്തരപ്പെടണമെന്ന് ഒന്നും എഴുതി വെച്ചിട്ടില്ല അവിടെ. എന്നിട്ട് മാനസാന്തരപ്പെടണമെന്നുള്ള വാക്കിന് തൊട്ട് മുൻപിൽ പാപങ്ങളിൽ നിന്ന് ഒരാൾ കൂട്ടിച്ചേർത്തിട്ട് നിങ്ങളോട് പറഞ്ഞാൽ അവര് ദൈവത്തിന്റെ വചനത്തിനോട് കൂട്ടിച്ചേർക്കുവാണോ? അതെ. 3, തിരുവെഴുത്തുകളോട് കൂട്ടിച്ചേർക്കരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ തിരുവെഴുത്തുകളിനോട് ഒരാൾ കൂട്ടിച്ചേർത്ത് നിങ്ങളോട് പറഞ്ഞാൽ, നിങ്ങളെ പഠിപ്പിക്കാൻ നോക്കിയാൽ അത് പാപമല്ലേ? അതെ. ഈ 4 ചോദ്യം മതി. ഇനി എന്താണ് ഇത്രയും നേരം കൊണ്ട് അവിടെ എങ്ങും പാപങ്ങളിൽ നിന്ന് മാനസാന്തരപ്പെടണമെന്നല്ല എഴുതിയേക്കുന്നത്. അങ്ങനെ എഴുതിയിട്ടില്ല, അങ്ങനെ ടേം എഴുതിയിട്ടില്ല. പിന്നെ എന്താണ് റിപ്പന്റൻസ്? എന്താണ് പിന്നെ മാനസാന്തരം? ഇങ്ങനൊരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് ഇപ്പൊ വരാം. എന്നാൽ അതിന്റെ ക്ലാരിറ്റിയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. റിപ്പന്റ് എന്ന് പറഞ്ഞാൽ ടേൺ ഓർ ചേഞ്ച്. ഓക്കെ, മാനസാന്തരം എന്നുള്ള വാക്കും അതുപോലെ മലയാളത്തില് മനസ്സിന്റെ അന്തരം, മനസ്സ് മാറ്റം. ഓക്കെ, മനസ്സിന്റെ മാറ്റം, ഇത്രേ ഉള്ളൂ അതിന്റെ അർത്ഥം റിപ്പന്റ്. ഓക്കെ, ഇനി ഒരു കാര്യം മാറുക എന്ന് പറയുമ്പോൾ എന്തിൽ നിന്നും എന്തിലേക്കാണെന്നാണല്ലോ. ഇപ്പം അതാണല്ലോ ഒരു മാറ്റം എന്നുള്ള ഒരു കാര്യം പറയുന്നത്, അല്ലെ? ടേൺ. ഇപ്പൊ ഇടത്തോട്ട് പോകാൻ നിന്നയാള് വലത്തോട്ട് തിരിഞ്ഞെങ്കിൽ എവിടുന്ന് എങ്ങോട്ടാ തിരിഞ്ഞത്? ഇടത്തോട്ട് പോകാൻ അങ്ങോട്ട് വളഞ്ഞിട്ട് ഉടനെ വലത്തോട്ട് തിരിഞ്ഞു. അപ്പം ടേൺ ഓർ ചേഞ്ച് എന്നുള്ള വാക്ക് നാം ഏത് സെന്റൻസിൽ ഉപയോഗിച്ചാലും ആ വാക്കിന്റെ ഒരു പ്രത്യേകതയാണ് എന്ത്? അത് എന്തോ ഒരു കാര്യത്തിൽ നിന്നും എന്തോ മറ്റൊരു കാര്യത്തിലേക്ക് ആയിരിക്കും തിരിയുന്നത്. അല്ലെങ്കിൽ അവിടെ ടേൺ എന്ന് വരേണ്ട ആവശ്യമില്ല, ചേഞ്ച് എന്ന് വരേണ്ട ആവശ്യമില്ല. എന്നാൽ എന്തിൽ നിന്നും എന്തിലേക്കാണ് തിരിയുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന കോണ്ടെക്സ്റ്റ് നോക്കണം. ഓക്കെ,
ഇനി അതിന്റെ ഒരു ഉദാഹരണത്തിലേക്ക് പോകാം. ഈ ഉദാഹരണമെല്ലാം നാം അനുദിനം കാണുന്ന പല കാര്യങ്ങളുടെ ഉദാഹരണമാണ് എടുക്കാൻ പോകുന്നത്. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വാക്ക് പാപത്തെക്കുറിച്ച് മാത്രമല്ല ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനുവേണ്ടി മാത്രമായിട്ട് എഴുതിയിരിക്കുന്നതോ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വാക്കല്ല ഇത്. മറ്റു കോണ്ടെക്സ്റ്റിൽ ഇടുന്നതനുസരിച്ച് അർത്ഥം മാറും എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് നാം അനുദിന ജീവിതത്തിൽ കാണുന്ന പല ഉദാഹരണങ്ങൾ എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്കറിയാം, ബ്രൗൺ ഷുഗർ ആണ്. ഞാൻ ഇപ്പം നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോട് ഞാൻ പേഴ്സണലായിട്ട് നമ്മുടെ കോൺവെർസേഷൻ ചെയ്യുമായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുക, സഹോദര അല്ലെ സഹോദരി, ഇന്ന് മുതൽ ബ്രൗൺ ഷുഗർ ഒന്ന് ഉപയോഗിച്ച് നോക്ക്. മധുരം കഴിക്കുന്നതിന് പകരം, അതായത് ഒരു ചായ കുടിക്കുകയോ കാപ്പി കുടിക്കുകയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ ബ്രൗൺ ഷുഗർ ഒന്ന് ഇട്ട് നോക്ക് എന്ന്, അതിലേക്കൊന്ന് മനസ്സ് നിങ്ങൾ മാറ്റി നോക്ക് എന്ന് പറഞ്ഞാൽ, ശരിക്കും നിങ്ങൾ എന്തിൽ നിന്നാണ് ഈ മനസ്സ് മാറ്റുന്നത്? എന്തിൽ നിന്നാണ് നിങ്ങൾ റിപ്പന്റ് ചെയ്യുന്നത്? നിങ്ങൾ പാവങ്ങൾ വിട്ടാണോ ബ്രൗൺ ഷുഗർ ഉപയോഗിക്കാൻ തുടങ്ങേണ്ടത്? അല്ല. ഇതിലേക്കാണ് മാറുന്നതെങ്കിൽ എന്തിൽ നിന്നായിരിക്കും? ഒന്നുകിൽ പഞ്ചസാരയിൽ നിന്നും, പഞ്ചസാര ഉപയോഗിക്കുന്ന ശീലത്തിൽ നിന്നും ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുന്ന ശീലത്തിലേക്ക് മാറൂ. അല്ലെങ്കിൽ ഇതൊന്നും പഞ്ചസാരയെ ഉപയോഗിക്കുന്നില്ല എന്ന് കരുതുക. അങ്ങനെ ഒരാൾക്കും ഇത് ആപ്ലിക്കബിൾ ആണ്. പഞ്ചസാരയെ ഉപയോഗിക്കുന്നില്ല, ഒന്നും ഉപയോഗിക്കുന്നില്ല. ആ വ്യക്തിയോട് എനിക്ക് പറയാം, നിങ്ങൾ ഒന്നും ഉപയോഗിക്കാത്ത അവസ്ഥയിൽ നിന്നും എങ്ങോട്ട് മാറുക? ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുന്ന ശീലത്തിലേക്ക് മാറുക. ഇതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം, ഇതൊരു ഗ്രീൻ ടീ ആണ്. ഓക്കെ, ഗ്രീൻ ടീ, ഇന്ന് മുതൽ നിങ്ങൾ ഒന്ന് ഗ്രീൻ ടീ ഉപയോഗിച്ച് നോക്കൂ. ഈ ഒരു ഗ്രീൻ ടീയിലേക്ക് നിങ്ങളുടെ മനസ്സൊന്ന് മാറ്റി നോക്കൂ എന്ന് പറയുമ്പോൾ എവിടുന്നാ മാറ്റണ്ടേ? ഒന്നുകിൽ ചായയിൽ നിന്നോ അല്ലെ കാപ്പിയിൽ നിന്നോ, അല്ലെങ്കിൽ ഇത് രണ്ടും കുടിക്കുന്നില്ലെങ്കിലും ഒന്നും കുടിക്കാത്ത അവസ്ഥയിൽ നിന്നോ നിങ്ങൾ ഗ്രീൻ ടീ ഒന്ന് ഉപയോഗിച്ച് നോക്കൂ, അതിലേക്കൊന്ന് മനസ്സ് മാറ്റി നോക്കൂ എന്ന് പറയാം. യു ക്യാൻ ചേഞ്ച്, യു ക്യാൻ ടേൺ ടു ഗ്രീൻ ടീ ഫ്രം വെയർ? ഐദർ ടീ ഓർ കോഫി ഓർ ഫ്രം നത്തിങ്. ഒരു ഉദാഹരണം കാണിച്ചിട്ട് നമുക്ക് അതിന്റെ ക്ലാരിറ്റിയിലേക്ക് പോകാം. ലോ ഹീൽസ് ഉള്ള ഈ രീതിയിലുള്ള ചെരുപ്പുകൾ ഉപയോഗിച്ച് നോക്കൂ എന്ന് പറയുമ്പോഴേ അവിടെ ക്ലിയർ ആണ്. അപ്പൊ എന്തിൽ നിന്നായിരിക്കും മാറേണ്ടത്? ഒന്നുകിൽ ഹൈ ഹീൽസ് ഉള്ള ഒരു ചെരുപ്പ് ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ ചെരുപ്പേ ഉപയോഗിക്കുന്നില്ല. നിങ്ങൾ ചെരുപ്പേ ഉപയോഗിക്കാത്ത ആളോട് എനിക്ക് പറയാം, നിങ്ങൾ ഈ ചെരുപ്പ് ഉപയോഗിക്കുന്നതിലേക്ക് നിങ്ങളുടെ മനസ്സൊന്ന് മാറ്റൂ എന്ന് പറയാം. അപ്പോൾ റിപ്പന്റ് അല്ലെ ചേഞ്ച് ഓർ ടേൺ അല്ലെ മനംമാറ്റം എന്നുള്ള വാക്ക് ഏത് സാഹചര്യത്തിലാണോ ഉപയോഗിക്കുന്നത്, അത് എന്തിന്റെ കൂടെയാണോ ഉപയോഗിക്കുന്നത്, അവിടെ അതിന്റെ ഹിന്റ് ഉണ്ട്. അത് എന്തിൽ നിന്നും എന്തിലേക്കാണ് ചേഞ്ച് ചെയ്യേണ്ടതെന്ന് അവിടെ അതിന്റെ ഹിന്റ് ഉണ്ട്. അപ്പൊ അത് വായിച്ചെടുക്കണം. അല്ലാതെ വെറും മനമാറ്റം എന്ന് പറഞ്ഞാൽ അതിന്റെ മുൻപിലോ ആ വാക്കിന് മുൻപിലോ ആ വാക്ക് കഴിഞ്ഞിട്ടോ ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ കേൾക്കുന്നവർക്ക് യാതൊരു ഐഡിയ ഇല്ല എന്തിൽ നിന്ന് എന്തിലേക്കാണ് മാറ്റേണ്ടത്. അത് നാം മനസ്സിലാക്കണം. ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, മനസാന്തരം എന്ന് പറയുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് എന്തിൽ നിന്നും എന്തിലേക്കാണ് മാറേണ്ടതെന്ന്. ഇനിയും ഈ വാക്യങ്ങൾ നമ്മൾ നേരത്തെ നോക്കിയ 4 വാക്യങ്ങൾ അത് തന്നെ ഒന്നുകൂടെ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതിന്റെ അർത്ഥം. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു. ഇതാണ് മർക്കോസ് 1:15 നമ്മൾ ആദ്യം വായിച്ചത്. അപ്പോൾ സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ, നിങ്ങൾ മനം തിരിഞ്ഞ് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അപ്പൊ തൊട്ട് മുൻപ് എന്തായിരുന്നു? അപ്പൊ എന്തായിരുന്ന അവസ്ഥയിൽ നിന്നായിരുന്നു ഈ അവസ്ഥയിലേക്ക് മനസ്സ് മാറ്റേണ്ടത്? അൺബിലീവിങ് ദ ഗോസ്പൽ, സുവിശേഷത്തിൽ വിശ്വസിക്കാതിരിക്കുന്ന അവസ്ഥയിൽ നിന്നും, അതായത് സുവിശേഷത്തിൽ അവിശ്വസിക്കുന്ന അവസ്ഥയിൽ നിന്നും നിങ്ങൾ മനസ്സ് മാറി സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. ഇതാണ് ഈ വാക്യത്തിന്റെ അർത്ഥം. ഓക്കെ, ഇതേ കോണ്ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ഇതേ മീനിങ്ങിൽ ബാക്കി 3 വാക്യം വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. എന്നാൽ എന്താണ് സ്റ്റേറ്റ് ഓഫ് അൺബിലീവിങ്, സ്റ്റേറ്റ് ഓഫ് ബിലീവിങ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നാം അറിയേണ്ടത് ആവശ്യമുണ്ട്. സുവിശേഷത്തെ വിശ്വസിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ അത് രക്ഷിക്കപ്പെട്ട ഒരാളുടെ അവസ്ഥയാണ്. ഓക്കെ, ആ വ്യക്തി യഥാർത്ഥത്തിൽ എന്താണ്? ബിലീവിങ് ഇൻ ട്രൂ ഗോഡ്, ഏക സത്യ ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. എന്നാൽ ആ കാര്യം സുവിശേഷത്തിൽ വിശ്വസിക്കാതിരിക്കുന്ന അവസ്ഥയിൽ ഒരു വ്യക്തി എന്തായിരിക്കും വിശ്വസിക്കുന്നത്? ഒന്നുകിൽ തെറ്റായ അനേക ദേവന്മാരിലായിരിക്കും വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ എക്സിസ്റ്റൻസിലേ ബിലീവ് ചെയ്യുന്നില്ല. നേരത്തെ ഉദാഹരണം പറഞ്ഞ പോലെ മുൻപ് പഞ്ചസാര ഉപയോഗിച്ചിരിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ പഞ്ചസാരയെ ഒന്നും ഉപയോഗിക്കുന്നില്ല, അവിടുന്ന് ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുന്നതിലേക്ക് മാറ്റാൻ പറ്റും, മനസ്സ് മാറ്റാൻ പറ്റും.
അതുപോലെ രണ്ടാമത്തെ കാര്യം, ബിലീവിങ് ഓൺ ദ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഫോർ യുവർ സാൽവേഷൻ. നിങ്ങളുടെ രക്ഷയ്ക്കായിട്ട് നിങ്ങൾ പൂർണ്ണമായിട്ടും യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി പാപത്തിന്റെ ശിക്ഷ അനുഭവിച്ച് തീർത്തു എന്ന് ബിലീവ് ചെയ്യുക, വിശ്വസിക്കുക, ആശ്രയിക്കുക. അങ്ങനെയാണെങ്കിൽ അത് തൊട്ട് മുൻപുള്ള അവസ്ഥ എന്തുവായിരുന്നു? എവിടുന്നാണ് തിരിയേണ്ടത്? ബിലീവ്, അതായത് നേരത്തെ ഉള്ള അവസ്ഥ എന്തുവായിരുന്നു? ബിലീവിങ് ഇൻ യുവർ ഓൺ വർക്ക് ഫോർ യുവർ സാൽവേഷൻ. നിങ്ങളുടെ സ്വന്തം പ്രവൃത്തി കൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് വിചാരിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ആണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന അവസ്ഥയിലേക്ക് മനസ്സ് തിരിക്കേണ്ടത്. മറ്റൊരു കാര്യമോ, നോട്ട് അറ്റ് ഓൾ ബിലീവിങ് ഇൻ സാൽവേഷൻ. ചിലർക്ക് രക്ഷ സ്വന്തം പ്രവൃത്തിയിലാണ് രക്ഷ, സ്വന്തം പ്രവൃത്തി അനുസരിച്ചാണ് രക്ഷ ഇരിക്കുന്നതെന്നോ ഒന്നും ബിലീവ് ചെയ്യാത്തവരും ഉണ്ട്. അതായത് അവർക്ക് അറിയത്തേ ഇല്ല നിത്യജീവൻ ഉണ്ടെന്നോ മരണശേഷം ജീവിതം ഉണ്ടെന്നോ ഒന്നും അറിയത്തില്ല. അപ്പൊ അങ്ങനെ അറിയത്തില്ലെങ്കിലും ബിലീവ് ഓൺ ദ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ബിലീവ് ഓൺ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഫോർ യുവർ സാൽവേഷൻ. ഇതാണ് അതിന്റെ വ്യത്യാസം. അതുപോലെ തന്നെ മർക്കോസ് 1:15 കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുകയും. നേരത്തെ എന്തായിരുന്നു? നേരത്തെ സുവിശേഷത്തിൽ വിശ്വസിക്കാതിരിക്കുന്ന അവസ്ഥ വളരെ സിമ്പിൾ ആണ്. അതുപോലെ മറ്റേ വാക്യം, അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യ സന്തോഷം ഉണ്ടാവും. ഓക്കെ, ആ പാപി എന്തായിരുന്നു ഇപ്പൊ ചെയ്യേണ്ടത്? നേരത്തെ എന്തായിരുന്നു? ആ പാപി രക്ഷിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. രക്ഷിക്കപ്പെടാത്ത ആ അവസ്ഥയിൽ എന്താണ് സംഭവിച്ചത്? ആ വ്യക്തി വിചാരിച്ചിരിക്കുന്നത് സ്വന്തം പ്രവൃത്തി കൊണ്ട് രക്ഷപ്പെടാമെന്നാണ്. അതുകൊണ്ട് സാധിക്കില്ല എന്ന് മനസ്സിലാക്കുന്ന ആ ഒരു നിമിഷം, ആ ആള് സത്യസുവിശേഷം കേൾക്കുന്ന ആ നിമിഷമാണ് ഈ ഒരു റിയലൈസേഷൻ വരുന്നത്. ഞാൻ എൻ്റെ പ്രവൃത്തി കൊണ്ട് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ നരകത്തിൽ പോകത്തേ ഉള്ളൂ എന്ന് സുവിശേഷം വ്യക്തമായിട്ട് പറയുമ്പം, സുവിശേഷം അതിനകത്തെ ഗുഡ് ന്യൂസ് എന്താണ്? നിങ്ങളുടെ പാപത്തിന്റെ ശിക്ഷ മുഴുവൻ യേശു ക്രിസ്തു അനുഭവിച്ച് തീർത്തു എന്ന് നിങ്ങളുടെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് രക്ഷ ലഭിക്കും. ഇതാണ് പാപി മാനസാന്തരപ്പെടുന്നതിനെ കുറിച്ച് പറഞ്ഞത്. മൂന്നാമത്തെ വാക്യം, നേരത്തെ നമ്മൾ നോക്കിയ 4 വാക്യത്തിൽ മൂന്നാമത്തെ വാക്യം, ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. ഓക്കെ, ഇത് പാപങ്ങൾ വിട്ട് തിരിയണം എന്നാണോ എഴുതിയേക്കുന്നത്? അല്ല, പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന്. എപ്പോഴാണ് ഒരു വ്യക്തിയുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടുന്നത്? എപ്പോഴാണ് ഒരു വ്യക്തി സകലവും കഴിഞ്ഞു, ഇതിന്റെ സകലവും പുതുതായി എന്നുള്ള പുതിയ സൃഷ്ടിയായി തീർന്നു എന്ന് ബൈബിൾ എഴുതിയിരിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? ഒരാൾ രക്ഷിക്കപ്പെടുന്ന സമയത്ത്. അതായത് നിങ്ങൾ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. എങ്ങോട്ട് തിരിയണം? യേശു ക്രിസ്തുവിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ചു കൊള്ളുവീൻ എന്നാണ് അർത്ഥം. ഓക്കെ, 4-ാമത്തെ വാക്യം, എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. ഓക്കെ, ഇവിടെയും അതേ കാര്യം തന്നെ എഴുതിയിരിക്കുന്നത്. അവിടെ ഇന്നും പാപങ്ങൾ വിട്ട് മാനസാന്തരപ്പെടണമെന്നല്ല എഴുതിയിരിക്കുന്നത്. ഇനി ആരെങ്കിലും നിങ്ങളോട് നിങ്ങൾ പാപങ്ങൾ മാനസാന്തരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാപങ്ങൾ വിട്ട് തിരിയണമെന്നാണ് അർത്ഥമെന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ അത് മാത്രമാണ്. അതായത് മാനസാന്തരം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ പാപങ്ങൾ വിട്ട് തിരിയണമെന്ന് മാത്രമാണ്, ഇതാണ് അർത്ഥമെന്ന്, ഇത് മാത്രമാണ് അർത്ഥമെന്ന് ഒരാൾ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യണം? അവരോട് ഈ ചോദ്യങ്ങൾ ചോദിക്കണം. പിന്നെ എന്തുകൊണ്ടാണ് ദൈവം പാപമില്ലാത്ത ദൈവം, പാപം എന്താണെന്ന് അറിഞ്ഞിട്ടില്ലാത്ത ദൈവം റിപ്പന്റ് ചെയ്തത് എന്തിനാണ്? ഇവിടെ ഈ എക്സ്ക്യൂസസ് കണ്ടുപിടിച്ച്, അതായത് തർക്കിക്കാൻ വേണ്ടി മാത്രം വരുന്നവരുണ്ട്. അവർക്ക് പല എക്സ്ക്യൂസസും പറയാം. ഇവിടെ മലയാളത്തിൽ നോക്കുമ്പോൾ യഹോവ അനുതപിച്ചു എന്ന് എഴുതിയിട്ടുള്ളൂ. നമ്മൾ ആദ്യം ഒരു വാക്യം വായിക്കാം. ഇറ്റ് റിപ്പന്റഡ് ദ ലോർഡ് ആൻഡ് he had made man on the earth, and it grieved him in his heart. And the Lord said, I will destroy man whom I have created from the face of the earth, both man and the beast and the creeping thing and the fowls of the earth, for it repented me that I have made them. ഉൽപ്പത്തിയില് തുടക്കത്തില് യഹോവ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെയും ഭൂമിയിലുള്ള എല്ലാ മൃഗങ്ങളെയും പർവ്വജാതികളെയും ഒക്കെ സൃഷ്ടിച്ചു. ദൈവം സൃഷ്ടിച്ചു. ഓക്കെ, എന്നാൽ
നോഹയുടെ കാലത്തെ ജലപ്രളയത്തിന് തൊട്ട് മുൻപേ ഈ ലോകത്തിലുള്ള താൻ ഭൂമിയിൽ ഉണ്ടാക്കിയ ഈ മനുഷ്യരെല്ലാം ഒരു ദുഷ്ടന്മാരായി പോയി എന്ന് മനസ്സിലാക്കിയ ദൈവം റിപ്പന്റ് ചെയ്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. മലയാളത്തിൽ എന്താണ് നോക്കുമ്പം അനുതപിച്ചു എന്നേ ഉള്ളൂ. എന്നാൽ അനുതാപം അല്ല മാനസാന്തരം. അതായത് അനുതപിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രീവിങ്, അതായത് ഒരു ഖേദിച്ചു എന്നുള്ള അർത്ഥമാണ്. ഖേദം, ഒരു കാര്യത്തെക്കുറിച്ച് ഖേദം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് കറക്റ്റീവ് സ്റ്റെപ്പ് എടുത്തു എന്നൊരർത്ഥമില്ല. അതായത് ഒരു ആക്ഷൻ അവിടെ എടുത്തു എന്ന് അർത്ഥമില്ല. ഖേദം, മനസ്സിലൊരു ഖേദം വന്നു, അത്രേ ഉള്ളൂ, അനുതപിച്ചു. എന്നാൽ മലയാളത്തിൽ എങ്ങും ദൈവം മാനസാന്തരപ്പെട്ടു എന്നുള്ള വാക്ക് അത് രണ്ടും ഒരുമിച്ച് വന്നിട്ടില്ല. അത് വന്നിട്ടില്ല എന്ന് കരുതി, അതായത് അത് ട്രാൻസ്ലേഷനിൽ നിന്ന് വരുന്ന കാര്യമാണ്. നമ്മൾ KJV ബൈബിൾ അടിസ്ഥാനപ്പെടുത്തിയാണ് പോകുന്നത്. കാരണം ഇതിനു മുൻപുള്ള പല സെഷനിലും മലയാളം ബൈബിളിന്റെ ട്രാൻസ്ലേഷനിൽ വന്ന മിസ്റ്റേക്കുകളെ കുറിച്ച് നാം വളരെ വ്യക്തമായി ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് KJV ബൈബിൾ എറർ ഇല്ലാത്ത ബൈബിൾ നാം വായിക്കണമെന്നും അത് പരിശോധിക്കണമെന്നും നാം അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നത്. ഇവിടെ ദൈവം റിപ്പന്റ് ചെയ്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. യഹോവ റിപ്പന്റ് ചെയ്തു. എന്തുകൊണ്ട്? അതായത് റിപ്പന്റ് ചെയ്തു വെറും അനുതാപമോ വെറും ഖേദമോ അല്ലായിരുന്നു, റിപ്പന്റൻസ് ആയിരുന്നു. കാരണം ആദ്യം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പെരുകാൻ പറഞ്ഞു, അങ്ങനെയാണ് ഈ ഭൂമിയെ നിറയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ദൈവം എന്ത് ചെയ്തു? ഐ വിൽ ഡിസ്ട്രോയ് മാൻ എന്നുള്ള ആക്ഷനിലേക്ക് വന്നു. അത് വെറുതെ ഒരു ഡയലോഗ് പറഞ്ഞതേ ഉള്ളൂ? തീർച്ചയായും അത് ഒരു റിയൽ ആയിട്ടുള്ള ആക്ഷൻ അവിടെ വന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഭൂമിയെ വെള്ളപ്പൊക്കം കൊണ്ട് നിറച്ച്, മഴ കൊണ്ട് വെള്ളപ്പൊക്കം കൊണ്ട് നിറച്ച് 8 പേരൊഴികെ ബാക്കി എല്ലാവരെയും ആ ഒരു വെള്ളപ്പൊക്കത്തിൽ പേര് നോഹയുടെ കാലത്ത് ആ ഒരു ഇവന്റ് നടന്നതാണ്. അപ്പോൾ അതിനുള്ള ഓപ്പോസിറ്റ് ആക്ഷൻ യഹോവ എടുത്തു. അതുകൊണ്ട് തന്നെ യഹോവ റിപ്പന്റ് ചെയ്തു എന്നുള്ളതിൽ കറക്റ്റ് ആണ്. റിപ്പന്റൻസ് എന്ന് പറഞ്ഞാൽ പാപത്തിൽ നിന്ന് വിട്ടുതിരിക്കുക എന്നുള്ളത് മാത്രമാണ് അർത്ഥം എന്ന് പറയുന്നവരോട് ഇത് ചോദിക്കുക, പിന്നെന്തിനാണ് യഹോവ റിപ്പന്റ് ചെയ്തത്? അതിന്റെ അർത്ഥം പാപം ഇല്ലാത്ത ദൈവം റിപ്പന്റ് ചെയ്തെങ്കിൽ അത് റിപ്പന്റ് എന്ന് പറഞ്ഞാൽ പാപം വിട്ടുതിരിയുക എന്നുള്ളത് മാത്രമല്ല അർത്ഥം. അതല്ല അർത്ഥം. രണ്ടാമത് വേറൊരു കാര്യം, ഇവിടെ ആൻഡ് ദ ലോർഡ് റിപ്പന്റഡ് ഓഫ് ദ ഈവിൽ വിച്ച് ഹി തോട്ട് ടു ഡു ആൻഡ് ടു ഹിസ് പീപ്പിൾ. ഇവിടെയും മോശയുടെ കാലത്ത് മോശ ആ പർവ്വതത്തിൽ നിന്നും ഇറങ്ങി വരുന്ന സമയത്ത് അവർ കാളക്കുട്ടിയുടെ ഒരു രൂപം ഉണ്ടാക്കി അതിനെ ആരാധിക്കുന്ന അവസ്ഥയിൽ ഈ ഒരു പാപം വളരെ വലിയൊരു സിന്നായിരുന്നു. അപ്പോൾ യഹോവ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പോയി അവരെ നശിപ്പിക്കാൻ പോവുകയാണെന്ന് പറയുന്ന ആ സിറ്റുവേഷനിൽ മോശ യഹോവയോട് പറയുവാണ്, കർത്താവേ, നീ ഇവരെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഈ പർവ്വതത്തിന്റെ ഇതിനകത്തെല്ലാം കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് നശിപ്പിച്ച് കളയുവാന്ന് അവര് പറയുമല്ലോ, അതുകൊണ്ട് നീ ഈ ഒരു കോപം വിട്ട് മാറണമേ എന്ന് മോശ പറയുന്ന ഒരു സിറ്റുവേഷനാണ് നാം ഇവിടെ കാണുന്നത്. അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് ഇവിടെ നോക്കാവുന്നതാണ്. പുറപ്പാട് 32:14. ഇവിടെ 11-ാമത്തെ വാക്യത്തില് ദൈവം യഹോവയോട് അപേക്ഷിച്ചു, യഹോവ നീ മഹാബലം കൊണ്ടും ഭുജവീര്യം കൊണ്ടും മിസ്രൈം ദേശത്തു നിന്നും കൊണ്ടുവന്ന നിന്റെ ജനത്തിന് വിരോധമായി നിന്റെ കോപം ജ്വലിക്കുന്നതെന്ത്? മലകളിൽ വെച്ച് കൊന്നുകളവാനും ഭൂതലത്തിൽ വെച്ച് നശിപ്പിപ്പാനും അവരെ ദോഷത്തിനായി അവൻ കൊണ്ടുവന്നു പോയി എന്ന് മിസ്രൈമ്യരെ കൊണ്ട് പറയിക്കുന്നത് എന്തിന്? നിന്റെ ഉഗ്രകോപം വിട്ട് തിരിഞ്ഞ് നിന്റെ ജനത്തിന് വരുവാനുള്ള ഈ അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കണമേ എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. അതാണ് മോശ പറഞ്ഞത്. അതുകൊണ്ടാണ് പറഞ്ഞത് ആൻഡ് ദ ലോർഡ് റിപ്പന്റഡ് ഓഫ് ദ ഈവിൽ വിച്ച് ഹി തോട്ട് ടു ഡു ആൻഡ് ടു ഹിസ് പീപ്പിൾ. അവൻ ജനത്തിന് വരുത്തുന്നു പറഞ്ഞ അനർത്ഥത്തെക്കുറിച്ച് യഹോവ റിപ്പന്റ് ചെയ്തു. ഞാൻ അവരെ നശിപ്പിക്കും എന്ന് പറഞ്ഞിടത്തിൽ നിന്നും മനസ്സ് മാറി അവരെ നശിപ്പിക്കില്ല എന്നുള്ള ഡിസിഷനിലേക്ക് മാറി. അവിടെയും റിപ്പന്റ് ചെയ്തു, മനസ്സ് മാറ്റി. യഹോവ പാപങ്ങൾ വിട്ടു മാറിയെന്നാണോ? അല്ല. മറ്റൊരു ഉദാഹരണം നോക്കാം. ഇവിടെ പൗലോസ് 2 കൊരിന്ത്യർ 7:8
ഇത് പൗലോസ് കൊരിന്ത്യർക്ക് എഴുതുന്ന രണ്ടാമത്തെ ലേഖനമാണ്. ഇവിടെ എഴുതിയിരിക്കുവാണ്, ഫോർ ദോ ഐ മെയ്ഡ് യു സോറി വിത്ത് എ ലെറ്റർ ഐ ഡു നോട്ട് റിപ്പന്റ്, ദോ ഐ ഡിഡ് റിപ്പന്റ്. ഞാൻ ഈ ലേഖനത്താൽ നിങ്ങളെ ദുഃഖിപ്പിച്ചു എന്ന് വരികിലും ഞാൻ അനുദപിക്കുന്നില്ല. ആ ലേഖനം നിങ്ങളെ കുറെ നേരത്തെങ്കിലും ദുഃഖിപ്പിച്ചു എന്ന് കാണുന്നത് കൊണ്ട് മുമ്പേ അനുദപിച്ചു, എങ്കിലും ഇപ്പോൾ ഞാൻ സന്തോഷിക്കുന്നു. ഓക്കെ, ഐ ഡു നോട്ട് റിപ്പന്റ്. അപ്പോ രക്ഷിക്കപ്പെട്ട് ഈ വ്യക്തിയായ പൗലോസ് ഐ ഡു നോട്ട് റിപ്പന്റ് എന്ന് പറയുന്നു. അപ്പൊ എന്ത് ചെയ്യും? പാപങ്ങൾ വിട്ടു മാറുക എന്നാണ് റിപ്പന്റിന്റെ അർത്ഥമെങ്കിൽ, രക്ഷിക്കപ്പെട്ട് ഇരിക്കുന്ന വ്യക്തി, അതാ പൗലോസ്, ഐ ഡു നോട്ട് റിപ്പന്റ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് അർത്ഥം? അപ്പൊ അതിന്റെ അർത്ഥം റിപ്പന്റ് എന്ന് പറഞ്ഞാൽ പാപങ്ങൾ വിട്ടു മാറുക എന്നല്ല. പിന്നെ എന്താണ് പിന്നെ ശരിക്കും ഇതിന്റെ അർത്ഥം? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തില് ആ സ്ഥലത്തുണ്ടായിരുന്ന ദൈവമക്കളായിട്ടുള്ള ആ ഒരു സഭ, ഓക്കെ, അവിടെ തന്നെ ഉണ്ടായിരുന്ന പല പാപങ്ങളെക്കുറിച്ചും, പല വലിയ പാപങ്ങളെക്കുറിച്ചും പൗലോസ് 1-ാം ലേഖനത്തിൽ പറഞ്ഞിരുന്നു. ആ പാപങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് അവർക്ക് വിഷമമായി. കാരണം ഒരാളുടെ പാപത്തെക്കുറിച്ച് അത് ഇത് ഇന്ന കാര്യം പാപമാണ്, നീ ഈ പാപം തിരുത്തണം എന്ന് പറയുമ്പം എല്ലാവർക്കും വിഷമം വരും. ഇത് എഴുതി 1-ാമത്തെ ലേഖനം കഴിഞ്ഞപ്പോൾ പൗലോസ് വിചാരിച്ചു, ഓയ്യോ അങ്ങനെ എഴുതണ്ടായിരുന്നു, അത് അവർക്കൊരു വിഷമമായി പോയല്ലോ എന്ന് ആദ്യം വിചാരിച്ചു. മുമ്പേ അനുദപിച്ചു, പക്ഷെ ഞാൻ ഇപ്പോൾ അനുദപിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അതാണ് അതിന്റെ അർത്ഥം. ഞാൻ ആദ്യം വിചാരിച്ചു, എനിക്കത് എഴുതണ്ടായിരുന്നു, അവർക്കത് വിഷമമായി പോയല്ലോ, എന്നാലും അത് നല്ലൊരു കാര്യത്തിലേക്കാണല്ലോ അത് നയിച്ചത്, അതുകൊണ്ട് ഞാനിപ്പോ മനസ്സ് മാറ്റുന്നില്ല, ഞാൻ നിങ്ങൾക്ക് എഴുതിയത് നന്നായി എന്നാണ് ഇപ്പൊ 2 കൊരിന്ത്യരിൽ പൗലോസ് പറയുന്നത്. ഇതാണ് അർത്ഥം. ഓക്കെ, ഇവിടെ നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല, മാനസാന്തരത്തിനായി ദുഃഖിച്ചതിനാൽ, അത്രേ. അപ്പം ആ ഒരു കാര്യം എഴുതിയത് കൊണ്ട് ഇവിടെ മാനസാന്തരം എന്താ എഴുതിയേ? അവിടെ 1 കൊരിന്ത്യരിൽ എഴുതി ഇന്ന കാര്യങ്ങളെക്കുറിച്ച് എഴുതിയപ്പോൾ രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ആ ആള് മാനസാന്തരപ്പെട്ടു, അതായത് മനസ്സ് തിരിഞ്ഞു, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു, രക്ഷിക്കപ്പെട്ടു. ഇനിയിപ്പോ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തികള് ചർച്ചിൽ തന്നെ ഇരുന്ന് അത്രയും വലിയ പാപങ്ങൾ ചെയ്യുമ്പോൾ ആ ആളെന്ത് ചെയ്തു? ആള് മനസ്സ് തിരിഞ്ഞു, മാനസാന്തരപ്പെട്ടു. എന്ത് തിരിഞ്ഞു? അത്രയും നേരം ചെയ്തുകൊണ്ടിരുന്ന ആ പാപത്തിൽ നിന്നും ആളുടെ മനസ്സ് മാറ്റി ആ പാപം ചെയ്യാത്ത അവസ്ഥയിലേക്ക് മാറി. പക്ഷെ ആ ആൾ എന്ത് ചെയ്യുമായിരുന്നു? രക്ഷിക്കപ്പെട്ട ആളായിരുന്നു. ഓക്കെ, ഇതാണ് അതിനുള്ള വ്യത്യാസം. അപ്പം 10-ാമത്തെ വാക്യം, ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. ഇത് വളരെ ഒരു മനോഹരമായ വാക്യമാണ്. കാരണം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് നമുക്ക് രക്ഷ നഷ്ടമാവില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് നാം ഇതിനു മുന്നേ 2-3 സെഷനിൽ നോക്കിയതാണ്. ഇവിടെ for godly sorrow worketh repentance to salvation, not to be repented of. റിപ്പൻറ്റൻസ് ടു സാൽവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അത് രക്ഷിക്കപ്പെടുന്ന സമയത്തെ സാൽവേഷനെ കുറിച്ചാണ്. ഓക്കെ, രക്ഷിക്കപ്പെടുന്ന സമയത്ത് സാൽവേഷൻ, അതെന്താണ് റിപ്പൻറ്റ് ചെയ്തതെന്ന് അറിയാമല്ലോ, നമ്മൾ ഇതിനു മുന്നേ ഇപ്പൊ തന്നെ പറഞ്ഞു തീർത്താണ്. എന്നാൽ അത് പിന്നെ നോട്ട് ടു ബി റിപ്പൻറ്റഡ് ഓഫ് എന്ന, അതായത് പിന്നെ അതിനെ വിചാരിച്ച് നമ്മൾ അനുദപിക്കേണ്ടി വരില്ല എന്നുള്ള അർത്ഥമാണ്. അതായത് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റത്തില്ല, ഞാൻ രക്ഷിക്കപ്പെട്ടു പോയല്ലോ, ഇനിയിപ്പോ ഞാൻ എങ്ങനെ തിരിച്ചു പോകും, അങ്ങനെ ചിന്തിക്കേണ്ടേ വരത്തില്ല. കാരണം അങ്ങനെ ഞാൻ പറഞ്ഞതിന്റെ ആ സെന്റൻസിൽ തന്നെ ഒരു അർത്ഥമില്ല. കാരണം ഒരു വലിയ കിട്ടാൻ പോകുന്ന ശിക്ഷയിൽ നിന്നും രക്ഷിക്കപ്പെട്ട വ്യക്തിക്ക് സാമാന്യ ബുദ്ധിയും അല്ലെങ്കിൽ എന്താണ് ഒരു ബുദ്ധി സ്ഥിരത ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ അവസ്ഥയിൽ ഒരാൾക്കും അങ്ങനെ തിരിച്ചു പോകാൻ പറ്റത്തില്ല. എനിക്ക് നരകം മതി എന്നും വേണ്ടി തിരിച്ചാരും പോകത്തില്ല. അത് പിന്നെ അനുദപിക്കാൻ അനുതാപം വരാത്ത. ഓക്കെ, പിന്നെ ഇതുപോലെ തന്നെ ഓക്കെ, ഇതിനകത്ത് അടുത്ത ഒരു ഇതിലേക്ക് പോവാം. തെറ്റിൽ നിന്നും മറ്റൊരു തെറ്റിലേക്ക് മാറാം, അങ്ങനെയും ചേഞ്ച് ചെയ്യാം. അതിനുള്ള ഉദാഹരണമാണ് പൗലോസ് അപ്പോസ്തല പ്രവൃത്തി 28-3-6 വാക്യങ്ങളിൽ. പൗലോസ് കുറെ വിറക് പെറുക്കി തീയിലിട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവന്റെ കൈക്ക് പറ്റി. ആ ജന്തു അവന്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ ഈ മനുഷ്യൻ ഒരു കൊലപാതകൻ, സംശയമില്ല, കടലിൽ
നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. അപ്പൊ ആദ്യം ഇവരെന്ത് പറഞ്ഞു? ഇവനൊരു കൊലപാതകനാണ്. യഥാർത്ഥത്തിൽ പൗലോസ് ആ കൊലപാതകനല്ല. ഓക്കെ. എന്നാൽ അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ, അവനോ ആ ജന്തുവിനെ തീയിലിട്ട് കുടഞ്ഞു കളഞ്ഞു, ദോഷമൊന്നും പറ്റിയില്ല. അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യുമെന്ന് വെച്ച് അവർ കാത്തു നിന്നു. വളരെ നേരം കാത്തു നിന്നിട്ടും അവൻ ആപത്ത് ഒന്നും സംഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സു മാറി അവനൊരു ദേവൻ എന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞു അവനൊരു കൊലപാതകനാണ്, അതുകൊണ്ടാണ് അണലി അവനെ കടിച്ചതെന്ന്. ഇപ്പൊ പറഞ്ഞു അവനൊരു ദേവനാണ്, അവനൊന്നും പറ്റിയില്ലെന്ന്. ഇപ്പൊ ഇവിടെ എന്താണ്? they repented from their previous understanding to current understanding. പ്രീവിയസും തെറ്റാണ്, ഇപ്പോഴത്തെയും തെറ്റാണ്. നേരത്തെ അവർ വിചാരിച്ചതും തെറ്റാണ്, ഇപ്പോഴത്തെയും തെറ്റാണ്. അപ്പൊ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് മാറാം. അല്ല പാപങ്ങൾ വിട്ട് പാപങ്ങൾ വിട്ട് തിരിയുക എന്നല്ല റിപ്പന്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം. അതുപോലെ തന്നെ മറ്റൊരു വാക്യം, ഒരു ഉദാഹരണം അവിടെ ഉള്ളൂ. എന്തുകൊണ്ടാണ്? ഓക്കെ, ലൂക്കോസ് 15:9. അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഓക്കെ, മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി എന്ന് പറയുമ്പോൾ ആ പാപി എന്താണ് മാനസാന്തരപ്പെടേണ്ടത്? സ്വന്തം പ്രവൃത്തിയിൽ ആശ്രയിക്കുന്നതിൽ നിന്നും യേശു ക്രിസ്തു ആ പാപിക്ക് വേണ്ടി ചെയ്തു തീർത്ത പ്രവൃത്തിയിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കുക, ബിലീവ് ചെയ്യുക, വിശ്വസിക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ അധികം സന്തോഷം ഉണ്ടാവുന്ന. എന്നാൽ ഇതിനകത്ത് മഞ്ഞ കളറിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന വാക്യം നോക്കണം. മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ. ഈ വാക്യം വായിച്ചിട്ട് ലോകത്തിൽ ആർക്കാണ് മാനസാന്തരം ആവശ്യമില്ലാത്തത്? രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും ഉണ്ടല്ലോ. നാം അനുദിനം രക്ഷിക്കപ്പെട്ടവരായതുകൊണ്ട് നാം അനുദിനം നമ്മുടെ പാപ വഴികളിൽ വിട്ട് മാനസാന്തരപ്പെടണം. പിന്നെ എന്തിനാണ് ഇവിടെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെന്ന് എഴുതിയത്? അങ്ങനെ ഏതെങ്കിലും 99 നീതിമാന്മാരുണ്ടോ ഈ ലോകത്ത്? എനിക്കിനി മാനസാന്തരം ആവശ്യമില്ല എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയൊക്കെ ഒന്ന് കാണിച്ചു തരാമോ ഈ ലോകത്ത്? അങ്ങനെ ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്തതെന്ന്? ഇവിടെ ഉദ്ദേശിച്ചത് രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തി മാനസാന്തരപ്പെടുന്ന ആ മാനസാന്തരം, അതായത് ആ മനസ്സ് മാറ്റം രക്ഷിക്കപ്പെട്ട ആള് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് ഓൾറെഡി ചെയ്തു. ആ 99 പേരും ഒരിക്കൽ അവരവരുടെ പ്രവർത്തികളിൽ ആശ്രയിക്കുന്നതിൽ നിന്നും മനസ്സ് മാറി യേശു ക്രിസ്തുവിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് രക്ഷിക്കപ്പെട്ടവരാണ്. അവർക്ക് ആ മാനസാന്തരം കൊണ്ട് പിന്നെ ആവശ്യമില്ല. പക്ഷെ അവരുടെ അനുദിന ജീവിതം പാപ വഴികളിൽ നിന്നും മാനസാന്തരപ്പെടണം. അത് രക്ഷിക്കപ്പെടാൻ വേണ്ടിയല്ല, അത് രക്ഷിക്കപ്പെട്ടത് കൊണ്ടാണ്. ഓക്കെ, ഇത് മനസ്സിലാക്കാൻ മറ്റൊരു ഉദാഹരണം കൂടെ നോക്കാം. ഇവിടെ നമുക്ക് ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറയുമ്പോൾ ഇത് വളരെ ഒരു പ്രയോജനപ്പെടുന്ന ഒരു ഉദാഹരണമാണ്. പാപിയായ ഒരു വ്യക്തി, നമുക്ക് നമ്മളെ തന്നെ അവിടെ ഒന്ന് ചിത്രീകരിക്കാം. ആ വ്യക്തി രക്ഷിക്കപ്പെടുന്ന സമയത്താണ്, അത് ഈ പച്ച കളറിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. രക്ഷിക്കപ്പെടുന്ന സമയത്ത് വീണ്ടും ജനിച്ചു. ഒരു കുട്ടി ഈ ലോകത്ത് ജനിക്കുന്നത് പോലെ തന്നെ ഉള്ള ഒരു ജനനം എന്നുള്ള ഒരു ഇവന്റും ഗ്രോത്ത് എന്ന് പറയുന്ന പ്രോസസ്സും മാത്രം മനസ്സിൽ കണ്ടാൽ മതി. ഓക്കെ, ഈ സമയത്ത് വീണ്ടും ജനിച്ചു. ഓക്കെ, രക്ഷിക്കപ്പെട്ടു. പിന്നീട് ആണ് വളരുന്നത്. ഓക്കെ, ജനനം എന്ന് പറയുന്നത് വൺ ടൈം ഇവന്റും ഒറ്റത്തവണ നടക്കുന്ന ഒരു കാര്യവും വളർച്ച എന്ന് പറയുന്നത് ഒരു പ്രോസസ്സുമാണ്, ഒരു കണ്ടിന്യൂസ് പ്രോസസ്സുമാണ്. ഓക്കെ, ഇനി അവിടെ ഇട്ട് നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻ എങ്ങനെ നോക്കാം. രക്ഷിക്കപ്പെടുന്ന സമയത്ത് നമ്മൾ മാനസാന്തരപ്പെടണം. റിപ്പന്റ് ഫ്രം അൺബിലീഫ് ടു ബിലീവിങ് ഓൺ ജീസസ് ക്രൈസ്റ്റ് ഫോർ സാൽവേഷൻ. ഇത് വീണ്ടും വീണ്ടും പറയുന്നത് പല രീതിയിൽ ഇത് പറയുമ്പോഴും ഇത് കൃത്യമായ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നത് അതൊരു കാര്യം. രണ്ട്, നമ്മുടെ മനസ്സിലേക്ക് ഇതിന്റെ കൺഫ്യൂഷൻ മാറിയിട്ട് സത്യം വളരെ സിമ്പിൾ ആണ്, ആ സത്യം മനസ്സിലാക്കണം. അതിനാണ് ഇത് പല രീതിയിൽ പറയുന്നത്. ഇത് ആദ്യം നമ്മൾ ഇവിടെ കണ്ടത് രക്ഷിക്കപ്പെടുന്ന സമയത്തെ കാര്യമാണ്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാണ് ഈ ഒരു മഞ്ഞ കളറിൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഏരിയ. വി ഹാവ് ടു റിപ്പന്റ് ഫ്രം സിൻസ് ടു കറക്ഷൻസ്, റിപ്പന്റ് ഫ്രം റോങ് ഡൂയിങ്സ് ടു ഡൂയിങ് റൈറ്റ്. തെറ്റ് ചെയ്യുന്നതിൽ നിന്നും ശരി ചെയ്യുന്നതിലേക്ക് മാറണം. പിന്നെന്താണ്? ശരിയായിട്ടുള്ള കാര്യം ചെയ്യാതിരിക്കുന്നതും തെറ്റാണ്.
അതിൽ നിന്നും ശരിയായിട്ടുള്ള കാര്യം ചെയ്യുന്നതിലേക്ക് മാറണം. നാം നമ്മുടെ ജഡത്തെ അനുസരിച്ച് നടക്കുന്നതിൽ നിന്നും ആത്മാവിൽ നടക്കുന്നതിനെ കുറിച്ച് അതിലേക്ക് മാറണം. ഇതെന്തിനാണ് മാറുന്നത്? രക്ഷിക്കപ്പെടാൻ വേണ്ടിയാണോ, അത് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ടാണോ? ഇതാണ് നാം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു സമ്മറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സിമ്പിൾ ടേമിൽ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെടാൻ വേണ്ടി എന്ത് ചെയ്യണമെന്നും രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്നും ഉള്ളത് രണ്ടും കൂടെ കൂട്ടി കലർത്തുന്നത് കൊണ്ടാണ് പലരും ഈ ഒരു കാര്യം തെറ്റായിട്ട് മനസ്സിലാക്കി റിപ്പന്റ് ഫ്രം സിൻ ഫോർ സാൽവേഷൻ എന്ന ഫോൾസ് ഗോസ്പലിൽ ബിലീവ് ചെയ്ത് ഒരു വലിയ ഡേഞ്ചറിലായിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു കീ വേഴ്സ്, ഇന്നത്തെ ഒരു വിഷയത്തിന്റെ കീ വേഴ്സ് തന്നെ. യോന 3:10. യോനയുടെ പുസ്തകത്തിലെ ആ ഒരു ഇൻസിഡന്റ് നമുക്കറിയാവുന്നതാണ്. ആ സമയത്ത് അതിന് 3:10 അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവർത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്തിരിക്കുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുതപിച്ചു, അത് വരുത്തിയതുമില്ല. ഇത്രയും നേരം പറഞ്ഞതായതുകൊണ്ട് ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാലും അതിനകത്ത് ഒരു വാക്ക് എടുത്തു പറയട്ടെ. ഗോഡ് സോ ദെയർ വർക്ക്. എന്ത് വർക്ക്? ഗോഡ് സോ ദെയർ വർക്ക്. നിനവയിലുള്ളവരെ കുറിച്ചാണ് പറയുന്നത്. അവരുടെ വർക്ക് കണ്ടെന്ന്. അവരെ എന്ത് വർക്കാണ് അവർ ചെയ്തത്? ദാറ്റ് ദേ ടേൺഡ് ഫ്രം ദെയർ ഈവിൾ വേ. അവരവരുടെ ദുർമാർഗങ്ങൾ വിട്ടുതിരിഞ്ഞ പ്രവർത്തികൾ, ആ പ്രവർത്തികളാൽ കണ്ടപ്പോൾ ദൈവം അവർക്ക് വരുത്തു എന്ന് പറഞ്ഞ അനർത്ഥത്തിൽ നിന്നും ദൈവവും മനസ്സ് മാറ്റി. ഓക്കെ, ഇവിടെ രണ്ട് വ്യക്തികൾ മനസ്സ് മാറ്റി. ഒന്ന്, നിലവിലുള്ള ജനങ്ങൾ മനസ്സ് മാറ്റി, അവരവരുടെ ദുർമാർഗങ്ങൾ വിട്ടുതിരിഞ്ഞു. അപ്പം ദൈവം അവർക്ക് വരുത്തും എന്നുള്ള അനർത്ഥത്തെക്കുറിച്ചും വിട്ടുതിരിഞ്ഞു. രണ്ട് കാര്യം മനസ്സിലായി. ദുർമാർഗങ്ങൾ വിട്ടുതിരിയുക എന്ന് പറയുന്നത് വർക്കാണ്, അത് മനസ്സിലായി. ഇവിടെ റിപ്പന്റ് എന്ന് പറയുന്നത് എപ്പോഴും റിപ്പന്റ് ഫ്രം സിൻ ആണെങ്കിൽ പിന്നെ ഇതിനാണ് ഗോഡ് റിപ്പന്റഡ് ഓഫ് ദ ഈവിൾ എന്ന് എഴുതിയേക്കുന്നത്? ദൈവം പാപം ചെയ്തിട്ട് പാപത്തിൽ നിന്ന് മാറിയെന്നല്ല, ദൈവം വരുത്തു എന്ന് പറഞ്ഞ അനർത്ഥത്തെക്കുറിച്ച് ദൈവം മനസ്സ് മാറി അത് ആ അനർത്ഥം വരുത്തിയില്ല എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, ഇതിനകത്ത് ഇത്രയും നേരവും പറഞ്ഞപ്പോൾ ഒരു ഫോൾസ് ഗോസ്പലിന്റെ ഒരു വലിയ ഒരു അപകടത്തെക്കുറിച്ച് മനസ്സിലായല്ലോ. എന്നാൽ ഇതുപോലെ തന്നെ മറ്റൊരു ഫോൾസ് ഗോസ്പൽ ഇതിന്റെ കൂടെ ചേർത്തിട്ട് വലിയൊരു ഫോൾസ് ഗോസ്പൽ ഇറക്കുന്ന കാര്യമാണ് ഇന്നത്തെ നമ്മുടെ ചുറ്റുപാട് നാം കാണുന്നത്. നാം ആയിരിക്കുന്ന പല ചർച്ചുകളും, ഓക്കെ, നമ്മുടെ ചുറ്റും നാം കാണുന്ന പല ചർച്ചുകളിലും ഈ രണ്ട് ഫോൾസ് ഗോസ്പലും കൂടെ ഒരുമിച്ച് ഓരോന്നായോ രണ്ടും കൂടെ ഒരുമിച്ച് കേട്ടോ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതെന്താണ് നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ മറ്റൊരു ഫോൾസ് ഗോസ്പൽ എന്ന് പറയുന്നത് കൺഫസ് യുവർ സിൻ ആൻഡ് റിപ്പന്റ് ഫ്രം യുവർ സിൻ ആൻഡ് ബിലീവ് ഓൺ ക്രൂസിഫിക്കേഷൻ ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഫോർ മീ. അതായത് നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുക, നിങ്ങളുടെ പാപങ്ങൾ വിട്ട് മാനസാന്തരപ്പെടുക, എന്നിട്ട് യേശു ക്രിസ്തു എനിക്ക് വേണ്ടി പാപത്തിന്റെ ശിക്ഷ അനുഭവിച്ചു എന്ന് വിശ്വസിക്കുക. ഇതാണ് പലരും പറയുന്ന തെറ്റായിട്ടുള്ള സുവിശേഷം. പാപങ്ങൾ ഏറ്റു പറയാൻ പറയുമ്പോൾ ആരാ പറയണ്ടേ? നമ്മൾ പറയണോ യേശു ക്രിസ്തു പറയണോ? ഇവരോട് ചോദിക്കാം, നമ്മൾ പറയാൻ പറയും. അപ്പം നമ്മുടെ വർക്കല്ലേ? നമ്മളുടെ പാപങ്ങൾ ഓരോന്നോരോന്ന് ഏറ്റു പറയാന്നുള്ളത് നമ്മുടെ വർക്കല്ലേ? ഇനിയിപ്പം അങ്ങനെ പറയുവാന്ന് കരുതുക, നമ്മൾ ജനിച്ചപ്പോൾ തൊട്ടുള്ള ഇന്ന് വരെയുള്ള എല്ലാ പാപങ്ങളും ഏറ്റു പറയാൻ പറ്റുമോ? ഇങ്ങനെ ചോദിക്കുമ്പോൾ അവർ പറയും, അത് പാപങ്ങൾ ഏറ്റു പറയാനല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് പാപിയാണെന്ന് ഏറ്റു പറഞ്ഞാൽ മതി. എന്നിട്ട് അവർ പറയുന്നതോ നിങ്ങളെ പാപങ്ങൾ ഏറ്റു പറഞ്ഞ് മാനസാന്തരപ്പെടണം എന്നാണ്. അപ്പൊ ഒന്നാമത്തെ പറഞ്ഞതും വർക്കാണ്. അതുകൊണ്ട് ഇത് സുവിശേഷത്തിലല്ല, ഇത് സത്യസുവിശേഷമല്ല. പാപങ്ങൾ ഏറ്റു പറഞ്ഞല്ല ഒരാൾ രക്ഷിക്കപ്പെടുന്നത്, കർത്താവിന്റെ നാമമാണ് ഏറ്റു പറയുന്നത്. രണ്ടാമത്, പാപങ്ങളിൽ വിട്ട് മാനസാന്തരപ്പെടുക, നേരത്തെ പറഞ്ഞ അതേ കാര്യം. അത് ആരുടെ വർക്കാണ്? നമ്മുടെ വർക്കാണ്. അപ്പം നമ്മുടെ വർക്ക് കൊണ്ടാണോ നമ്മൾ രക്ഷിക്കപ്പെടുന്നത്? അല്ല. ഇത് രണ്ടും പറഞ്ഞത് കള്ളമാണ്. ഈ കള്ളത്തിന്റെ കൂടെ ഒരു സത്യം കൂടെ ആഡ് ചെയ്തിട്ട് യേശു ക്രിസ്തു എനിക്ക് വേണ്ടി പാപത്തിന്റെ ശിക്ഷ അനുഭവിച്ചു എന്ന് വിശ്വസിക്കുക. അപ്പം രണ്ട് വർക്ക് നമ്മുടെ ഭാഗത്തും ഒരു വർക്ക് യേശു ക്രിസ്തുവിന്റെ ഭാഗത്തും. അപ്പൊ വർക്കും പ്ലസ് ഫെയ്ത്ത് എന്നുള്ള ഫോൾസ് ഗോസ്പലാണ് ഇവർ പറയുന്നത്. എന്താണ് അതിന്റെ ഒരു റൂട്ട് കോസ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ യോഹന്നാൻ സ്നാപകൻ എന്നുള്ള വ്യക്തിയുടെ ആ ഒരു ഇവന്റ് നാം പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം
ഈ വാക്യങ്ങൾ എടുത്തിട്ടാണ് ഇവര് അതിനെ തെറ്റിദ്ധരിക്കുന്നത്. മത്തായി 3:6, മർക്കോസ് 1:15. ഞാൻ വേഗം വായിച്ചു പോകാം. ഇവിടെ തങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ട് യോർദാനിൽ അവൻ സ്നാനമേറ്റു. ഇതേ കണ്ടില്ലേ, പാപങ്ങൾ ഏറ്റു പറഞ്ഞു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ പിന്നെന്താ, അതിന്റെ തെറ്റെന്താ എന്ന് പറയും. ദേ കൺഫസിങ് ദെയർ സിൻസ്. അതുപോലെ തന്നെ മർക്കോസ് 1:15 അവിടെ എഴുതിയിട്ടുണ്ട് കൺഫസിങ് ദെയർ, പാപങ്ങൾ ഏറ്റു പറഞ്ഞ് യോർദാൻ നദിയിൽ അവൻ സ്നാനമേറ്റു. ഓക്കെ, അവനാൽ സ്നാനമേറ്റു. സോറി, ഇവിടെ രണ്ടും എഴുതിയിട്ടുണ്ട്. എന്നാൽ ചോദ്യം, ഇത് റിപ്പൻറ്റൻസ് ബാപ്റ്റിസത്തെ കുറിച്ചാണോ, മാനസാന്തര സ്നാനത്തെ കുറിച്ചാണോ പറയുന്നത്, അതോ നരകത്തിൽ നിന്നുള്ള രക്ഷയെ കുറിച്ചാണോ പറയുന്നത്? അതെന്തിനെ കുറിച്ചാ പറയുന്ന, കോണ്ടെക്സ്റ്റ് എന്തുവാ? റിപ്പൻറ്റൻസ് ബാപ്റ്റിസം എന്ന മാനസാന്തര സ്നാനം എന്ന് പറയുന്ന യോഹന്നാൻ സ്നാപകന്റെ ഒരു ഡ്യൂട്ടി ആയിരുന്നു, ഒരു മിഷൻ ആയിരുന്നു. അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ രണ്ടാമത്തെ തെറ്റിദ്ധരിക്കാനുള്ള വാക്യം ലൂക്കോസ് 3:10 മുതൽ 14 വരെ. വാട്ട് ഷാൽ വി ഡു? ഓക്കെ, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഇത് യോഹന്നാൻ സ്നാപകനോടാ ചോദിക്കുന്നത്. എന്ന് പുരുഷാരൻ ചോദിച്ചപ്പോൾ അതിന് അവൻ 2 വസ്ത്രമുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണ സാധനങ്ങൾ ഉള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ എന്തോ ഒരു കാര്യം അപ്പം കറക്റ്റ് ചെയ്യാൻ വേണ്ടി യോഹന്നാൻ സ്നാപകൻ പറഞ്ഞല്ലോ എന്ന് പറയും. അതുപോലെ തന്നെ വേറൊരു വാക്യം, ചുങ്കക്കാരും സ്നാനമേൽപ്പാൻ വന്നു. ഗുരു, ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. എന്ന് അവനോട് ചോദിച്ചു. നിങ്ങളോട് കൽപ്പിച്ചതിലധികം ഒന്നും പിരിക്കരുത് എന്ന് അവൻ പറഞ്ഞു. അപ്പൊ കൽപ്പിച്ചതിലധികം പിരിക്കുന്നവരോടാണല്ലോ ഇത് നീ അങ്ങനെ പിരിക്കരുതെന്ന് പറയുന്നത്. അപ്പം അവർ ചെയ്ത എന്തോ ഒരു തെറ്റ് തിരുത്താനാണല്ലോ പറയുന്നത് എന്ന് ഇവർ പറയും. 3, പടജനവും അവനോട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ആരെയും ബലാത്കാരം ചെയ്യാതെയും ചതിവായി ഒന്നും വാങ്ങാതെയും നിങ്ങളുടെ ശമ്പളം മതിയെന്ന് വെപ്പീൻ എന്ന് അവരോട് പറഞ്ഞു. അപ്പൊ ഈ എന്താണ്, പിടിച്ചു പറിച്ച് വാങ്ങിക്കുന്ന ഒരു ശീലമുള്ള ഈ പറയുന്ന പടജനത്തോടാണല്ലോ പറയുന്നത് അങ്ങനൊന്നും ചെയ്യരുതെന്ന്. അപ്പം അവർ ചെയ്യുന്ന പല പാപങ്ങളെ കുറിച്ച് അവർ പാപങ്ങൾ തിരുത്തണമെന്നല്ലേ പറഞ്ഞേ, അപ്പം പാപങ്ങൾ വിട്ട് തിരിയണമെന്നല്ലേ പറഞ്ഞത് എന്ന് അവര് ചോദിക്കും. അല്ലെ, അവർ തെറ്റിദ്ധരിച്ചതിന്റെ ഒരു കാരണം അതാണ്. ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ ഇങ്ങനെ പറഞ്ഞത്? ശരിക്കും നമ്മൾ അതിന്റെ ഉത്തരം മനസ്സിലാക്കാൻ വരട്ടെ. അതിന് മുന്നേ ഒരു റൂട്ട് കോസുകളുണ്ട്. യോഹന്നാൻ വന്ന് മരുഭൂമിയിൽ സ്നാനം കഴിപ്പിച്ചു, പാപമോചനത്തിനായുള്ള മാനസാന്തരം സ്നാനം പ്രസംഗിച്ചും കൊണ്ടിരുന്നു. ഇതുകൂടെ വായിച്ചു കഴിയുമ്പോഴത്തേനും ഫുൾ കൺഫ്യൂഷൻ ആവും. ദേ അവിടെ എഴുതിയിട്ടുണ്ടല്ലോ, പ്രീച്ച് ദ ബാപ്റ്റിസം ഓഫ് റിപ്പൻറ്റൻസ് ഫോർ ദ റെമിഷൻ ഓഫ് സിൻസ്, മർക്കോസ് 1:4. ഈ വാക്യങ്ങൾ കൊണ്ടാണ് അവർക്ക് തെറ്റിദ്ധരിച്ചു പോയിരിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്? എഴുതിയിട്ടുണ്ടല്ലോ, പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. എന്താണ് അതിന്റെ അർത്ഥം? ഇത് മനസ്സിലാക്കാൻ, ഈ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ, ഇതിന് ക്ലാരിറ്റി വരുത്താൻ മനസ്സിലാക്കേണ്ട കാര്യം, യോഹന്നാൻ സ്നാപകൻ ജോൺ ദ ബാപ്റ്റിസ്റ്റിന്റെ ജീവിതം കൊണ്ടുള്ള 2 മിഷൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, ആ 2 മിഷൻസ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിന്റെ ക്ലാരിറ്റി വരുത്തുന്നതായിരിക്കും. അത് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണമാണ്. നമുക്കൊരു ഉദാഹരണം നോക്കാം. ടോമി എന്നുള്ള ഒരു വ്യക്തി. ഓക്കെ, ആ ടോമി എന്നുള്ള വ്യക്തി ഉദാഹരണമാണ്. ആ വ്യക്തി ഒരു പോലീസ് ഓഫീസറാണ് പ്രൊഫഷൻ കൊണ്ട്. ഓക്കെ, അതുപോലെ തന്നെ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുമാണ്, ഒരു സോൾ വിന്നറാണ്. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ആയതുകൊണ്ട് അത് കഴിഞ്ഞ് സോൾ വിന്നറാണ്. മറ്റുള്ളവരോട് സുവിശേഷം പറഞ്ഞ് അവരെ നരകത്തിൽ പോകാതെ അവരെ രക്ഷിക്കാനുള്ള സുവിശേഷം പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുമാണ്. അവ രണ്ട് മിഷൻ ഉണ്ട് ഈ വ്യക്തിക്ക്. ഓക്കെ, ആ മിഷൻ എന്താന്ന് നമുക്ക് നോക്കാം. പോലീസ് ഓഫീസർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ മിഷൻ എന്ന് പറയുന്നത് നിയമം അനുസരിക്കുവാൻ പൗരന്മാരെ ബോധവാന്മാരാക്കുക, നിയമം തെറ്റിക്കുന്നവരാണെങ്കിലോ അവർ ശിക്ഷായോഗ്യരാണെന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കുക. ഇതാണ് അതിന്റെ ഒന്നാമത്തെ മിഷൻ. എല്ലാവർക്കും മനസ്സിലാകുന്ന എക്സാമ്പിൾ ആയതുകൊണ്ടാണ് ഞാൻ അതൊന്നും പറയുന്നില്ല. രണ്ടാമത്തെ മിഷൻ എന്താണ്? അദ്ദേഹം ഒരു രക്ഷിക്കപ്പെട്ട വ്യക്തിയും ആത്മാക്കളെ നേടുവാൻ ആഗ്രഹിക്കുന്ന ഒരു സോൾ വിന്നറും ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മിഷൻ എന്താണ്? വിശ്വാസത്താലുള്ള രക്ഷ എന്ന യേശുക്രിസ്തുവിന്റെ സുവിശേഷം പറഞ്ഞുകൊണ്ട് ആത്മാക്കളെ നേടുക. 2 മിഷനുണ്ട്. ഓക്കെ, ഇനി ഈ എക്സാമ്പിൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ യോഹന്നാൻ സ്നാപകനെ നോക്കുക. യോഹന്നാൻ സ്നാപകൻ എന്ന വ്യക്തിക്ക് 2 മിഷനുണ്ട്. ഒന്ന്, പ്രീച്ചിങ് ടു ബ്രിങ് ദ നോളജ് ഓഫ് സിൻ, പാപത്തെക്കുറിച്ചുള്ള ബോധം വരുത്തുവാനുള്ള പ്രാസംഗികനാണ് യോഹന്നാൻ സ്നാപകൻ. 2, അദ്ദേഹം ഒരു രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്, ഒരു സോൾ വിന്നറാണ്. ഓക്കെ, ഇനി ആസ് ദ പേഴ്സൺ ഹു പ്രീച്ച് ടു ബ്രിങ് ദ നോളജ് ഓഫ് സിൻ, പാപത്തെക്കുറിച്ചുള്ള ബോധം വരുത്തുവാനുള്ള പ്രാസംഗികൻ എന്ന നിലയിൽ അദ്ദേഹത്തെ മിഷൻ എന്താണ്? അത് എഴുതിയിട്ടുണ്ട് മർക്കോസ് 1:3. The voice of one crying in the wilderness, prepare ye the way of the Lord, make his path straight.
കർത്താവിന്റെ വഴി ഒരുക്കുവിൻ, അവന്റെ പാത നിരപ്പാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന്റെ വാക്ക് എന്നിങ്ങനെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ യോഹന്നാൻ വന്നു. എന്താണ് കർത്താവിന്റെ വഴി ഒരുക്കാൻ പറഞ്ഞത്? മലാക്കിയുടെ പുസ്തകം കഴിഞ്ഞിട്ട് ഒരു 400 വർഷത്തെ ഒരു ഇടവേളയുണ്ട് ഈ പുതിയ നിയമത്തിന്റെ തുടക്കത്തിൽ. അപ്പോൾ ആ 400 വർഷം ദൈവത്തിന്റെ യാതൊരു പ്രവാചകന്മാരെ അയച്ചിട്ടില്ല. ദൈവത്തിൽ നിന്നും ഒരു അതുവരെ എഴുതി കിട്ടിയ ദൈവത്തിന്റെ വചനം ഉണ്ടായിരുന്നു എന്നല്ലാതെ മറ്റൊരു പ്രവാചകൻ വന്നതായിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് വലിയൊരു സൈലൻസ്, ദൈവത്തിൽ നിന്നുള്ള ഒരു സൈലൻസ് ഉള്ള ഒരു ടൈം പീരീഡ് ആയിരുന്നു. ഒരാഴ്ച അല്ലെ 2 ആഴ്ച നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കാതെ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എങ്ങനെയായി പോകും? നമ്മൾ പാപത്തെക്കുറിച്ചുള്ള ഒരു സെൻസിറ്റിവിറ്റി എല്ലാം നഷ്ടപ്പെട്ട് തന്നെ സിമ്പിൾ ആയിട്ട് പാപം ചെയ്തു പോകും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 400 വർഷം ദൈവത്തിൽ നിന്നും ഒരു പ്രവാചകൻ, ദൈവം അയച്ചിട്ടൊരു പ്രവാചകൻ വരാത്ത ഒരു ജനറേഷന്റെ കാര്യം ഓർത്ത് നോക്ക്. അവർക്ക് ഇത് ഒരു രക്ഷകൻ വരുന്നു എന്ന് പറഞ്ഞ് വരുമ്പോൾ, യേശുക്രിസ്തു വരുമ്പോൾ ഇവർക്ക് രക്ഷകനെ വേണമെങ്കിൽ ഇവർക്ക് എന്തിന് രക്ഷകനെ വേണം എന്നുള്ള ബോധം വേണ്ടേ? അതുകൊണ്ടാണ് അവർ ചെയ്തിരുന്ന പാപങ്ങളെ കുറിച്ചുള്ള ബോധം വരുത്താനും ഈ പാപത്തിന് ഒരു ശിക്ഷ ഉണ്ടെന്നും നിങ്ങൾക്ക് ഒരു രക്ഷകനെ ആവശ്യമാണെന്നുമുള്ള വഴി ഒരുക്കാനാണ് യോഹന്നാൻ സ്നാപകൻ വന്നത്. അതാണ് ഒന്നാമത്തെ മിഷൻ. രണ്ടാമത്തെ മിഷൻ എന്താണ്? അപ്പോസ്തല പ്രവൃത്തി 19:4 തന്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനത്തോട് പറഞ്ഞു. പൗലോസ് പറയുവാണ്, യോഹന്നാൻ എന്ത് ചെയ്തു? യോഹന്നാൻ മാനസാന്തര സ്നാനം അത്ര കഴിപ്പിച്ചത് തന്റെ പിന്നാലെ വരുന്ന യേശുവിൽ വിശ്വസിക്കണമെന്നാണ് അവൻ പറഞ്ഞത്. യോഹന്നാൻ സ്നാപകൻ മറ്റൊരു സുവിശേഷം അല്ല പറഞ്ഞത്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം എന്നുള്ള സത്യസുവിശേഷം തന്നെയാണ് പറഞ്ഞത്. അപ്പൊ 2 മിഷൻ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ഇനി ഇത് മനസ്സിലാക്കാൻ യോഹന്നാൻ സ്നാപകൻ നേരത്തെ പറഞ്ഞ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് അവർ ഓരോരുത്തർ ചോദിക്കുമ്പോൾ എന്താണ് പറഞ്ഞത്? ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളോട് കൽപ്പിച്ചിലധികമായി ഒന്നും പിരിക്കരുത്, അതുപോലെ തന്നെ നിങ്ങൾ ചതിവായിട്ടൊന്നും വാങ്ങരുത്, നിങ്ങളുടെ ശമ്പളം മതിയെന്ന് വെപ്പീൻ, അതുപോലെ തന്നെ നിങ്ങൾക്ക് 2 വസ്ത്രമുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞത് അന്ന് അവർ ചെയ്തിരുന്ന പാപങ്ങളെ കുറിച്ചുള്ള ബോധം വരുത്താനാണ് ചെയ്തത്. നമുക്കറിയാം, ന്യായപ്രമാണം നൽകിയത് ന്യായപ്രമാണം ആചരിച്ച് ഒരാൾ രക്ഷിക്കപ്പെടാൻ വേണ്ടിയല്ല. അങ്ങനെ ഒരാൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല. അത് അസാധ്യമാണ്. അങ്ങനെ രക്ഷിക്കപ്പെടാൻ അസാധ്യമാണെന്നുള്ള കാര്യം തെളിയിക്കാൻ തന്നെയാണ് ഈ ന്യായപ്രമാണം കൊടുത്തത്. എന്തിന്? പാപത്തെക്കുറിച്ചുള്ള ബോധം വരുത്താൻ. ഓക്കെ, എന്നിട്ട് യേശു ക്രിസ്തുവിലൂടെയാണ് നമുക്ക് രക്ഷ ലഭിക്കുന്നത്. പഴയ നിയമത്തിലായതും പുതിയ നിയമത്തിലായാലും യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രമാണ് രക്ഷ, അല്ലാതെ ന്യായപ്രമാണം ആചരിച്ചുകൊണ്ടല്ല. എന്നാൽ ന്യായപ്രമാണം കൊടുത്തത് പാപത്തെക്കുറിച്ചുള്ള ബോധം വരുത്തിയിട്ട് നിങ്ങൾക്ക് ശിക്ഷ നിങ്ങളുടെ മേലുണ്ട് എന്നുള്ള കാര്യം അവർക്ക് ഉറപ്പാക്കി കൊടുക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ഇനി രക്ഷകനെ ആവശ്യമുണ്ടെന്നുള്ള കാര്യം ഉറപ്പാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ആ ഒരു ന്യായപ്രമാണം കൊടുത്തതും. അതേ പർപ്പസ് ആണ് യേശുക്രിസ്തുവിന് മുൻപാകെ യോഹന്നാൻ സ്നാപകനെ അയച്ചപ്പോഴും സംഭവിച്ചത്. അപ്പോ ഇതിനകത്ത് ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, യോഹന്നാൻ സ്നാപകന്റെ ഈ പ്രസംഗവും യോഹന്നാൻ സ്നാപകൻ ചെയ്യുന്നതും ഈ പറയുന്ന മർക്കോസ് 1-ലും മറ്റ് സുവിശേഷങ്ങളിലും വായിക്കുമ്പോൾ ആ അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ 25-ാം വാക്യം വരെ അല്ലെ 15-ാം വാക്യം വരെ വായിക്കുമ്പോൾ ഈ യോഹന്നാൻ സ്നാപകൻ ചെയ്തതെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 1-ാം വാക്യം മുതൽ 15-ാം വാക്യം വരെ നിങ്ങൾ വീട്ടിലിരുന്ന് വായിക്കുമ്പോൾ, അല്ലെ നാം ഓരോരുത്തരും വീട്ടിലിരുന്ന് വായിക്കുമ്പോൾ ആകെ 7 മിനിറ്റ് എടുക്കത്തുള്ളൂ. യോഹന്നാൻ സ്നാപകൻ ഈ കാര്യങ്ങൾ ചെയ്തത് ഒരു ദിവസം കൊണ്ടോ അല്ലെ ഇത് ഒരു പ്രസംഗത്തിനകത്തെ ഫുൾ പോയിന്റുകളോ അല്ല. ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ടല്ല യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചത്. യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ചുള്ള വേദഭാഗം എടുത്തിട്ട് അത് വായിച്ചു തീർക്കാൻ ചിലപ്പോൾ നമുക്ക് 20 മിനിറ്റ് മതിയായിരിക്കാം. എന്നാൽ യേശു ക്രിസ്തുവിൻ ക്രൂശീകരണം തുടങ്ങി അതിന്റെ അവസാനം വരെ ആകാൻ 20 മിനിറ്റ് അല്ല, അതിൽ കൂടുതൽ എടുത്തിട്ടുണ്ട്. ഒരു സ്റ്റോറി ലൈൻ, അതിന്റെ ടൈം ലൈൻ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ നാം വായിക്കുന്ന വേഗത്തിലല്ല അതിന്റെ റിയൽ ടൈം ലൈൻ പോകുന്നത്. അതുപോലെ തന്നെ യോഹന്നാൻ സ്നാപകൻ ഇത് ഒന്നിലധികം 2 മിഷൻ ഉണ്ട്, അതിനുവേണ്ടി അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒന്നിലധികം കാര്യങ്ങൾ ഇവിടെ പ്രസംഗിച്ചതായിട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം കൂടെ ഒരു പ്രസംഗത്തിനകത്ത് ഉൾക്കൊള്ളുന്ന കാര്യമാണെന്ന് തെറ്റിദ്ധരിക്കുമ്പോഴാണ് പ്രശ്നം. ഓക്കെ, 2 മിഷന് വേണ്ടിയുള്ള 2 കാര്യങ്ങൾ ഒന്നിലധികം സന്ദർഭങ്ങളിലായിട്ട് പ്രസംഗിച്ച കാര്യങ്ങളാണ്. അതെല്ലാം കൂടെ കൂട്ടി ഒരു
ഫോൾസ് ഗോസ്പൽ ഉണ്ടാക്കുന്ന രീതിയാണ് നമ്മുടെ ചുറ്റും പലരും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നത്. എന്നാൽ അതിന്റെ ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയാണ് ഈ ഒരു ഉദാഹരണം ഉപയോഗിച്ചത്. എന്നാൽ അതിനകത്ത് ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. പിന്നെ എന്തിനാണ് മാനസാന്തരം, പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചത്? അതായത് മാനസാന്തര സ്നാനം ഏൽക്കാൻ നിങ്ങൾ വരൂ, അതിലൂടെ നിങ്ങൾക്ക് പാപമോചനം ലഭിക്കുമെന്നല്ല അതിന്റെ അർത്ഥം. ഇതാണ് പറഞ്ഞത്. ഇതിന്റെ അർത്ഥം ആ സമയത്ത് ഉണ്ടായിരുന്ന ആ ജനങ്ങളോട് പാപത്തെക്കുറിച്ചുള്ള ബോധം വരുത്തുന്നു. ആ ബോധം വരുത്തുന്ന ഒരു കാര്യം ദൈവത്തിലേക്കുള്ള മടങ്ങി വരവിന്റെ ഒരു ഒബീഡിയൻസ് എന്ന രീതിയിൽ ഉള്ള ഒരു കാര്യമാണ് മാനസാന്തര സ്നാനം എന്നുള്ള കാര്യം നടന്നത്. എന്നാൽ അത് കഴിഞ്ഞിട്ട് എന്താണ് പറഞ്ഞത്? യോഹന്നാൻ പറഞ്ഞത്? നേരത്തെ നമ്മൾ കണ്ട വാക്യത്തില്, തന്റെ പിന്നാലെ വരുന്നവനായി യേശുവിൽ വിശ്വസിക്കണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇതാണ് അതിന്റെ ക്ലാരിറ്റി. അപ്പോൾ ഇതിന്റെ സമ്മറി ഒന്നുകൂടെ നോക്കാം. ഇത്രയും നേരം പറഞ്ഞത്, ഈസ് റിപ്പൻറ്റൻസ് ഓൾവേസ് മീൻ റിപ്പൻറ്റ് ഫ്രം സിൻ. മാനസാന്തരം എന്നുള്ള വാക്കിന് എപ്പോഴും പാപങ്ങൾ വിട്ട് മാനസാന്തരപ്പെടണം, അല്ലെ പാപങ്ങൾ വിട്ട് തിരിയണമെന്നാണോ അർത്ഥം? അല്ല. രണ്ടാമത്തെ, ഡു വി റിപ്പൻറ്റ് അറ്റ് ദ ടൈം ഓഫ് സാൽവേഷൻ? യെസ്. രക്ഷിക്കപ്പെടുന്ന സമയത്ത് നാം മാനസാന്തരപ്പെടുന്നുണ്ടോ? ഉണ്ട്. ഫ്രം വാട്ട് വി റിപ്പൻറ്റ് അറ്റ് ദ ടൈം ഓഫ് സാൽവേഷൻ? രക്ഷിക്കപ്പെടുന്ന സമയത്ത് നാം എന്തിൽ നിന്നാണ് മാനസാന്തരപ്പെടുന്നത്? ഉത്തരം എന്തുവാ? രക്ഷയ്ക്കായി യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്ത അവസ്ഥയിൽ നിന്നും എങ്ങോട്ടാണ് മാറുന്നത്? രക്ഷയ്ക്കായി യേശുക്രിസ്തുവിൽ മാത്രം വിശ്വസിക്കുന്ന, ആശ്രയിക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നു. ഓക്കെ, അടുത്ത ചോദ്യം, ഈസ് റിപ്പൻറ്റൻസ് ഫ്രം സിൻ ഈസ് എ വർക്ക് ഫ്രം ദ സിന്നേഴ്സ് സൈഡ്? പാപങ്ങളിൽ നിന്നുള്ള മാനസാന്തരം എന്നുള്ളത് പാപങ്ങളിൽ നിന്നുള്ള മാനസാന്തരം പാപിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രവൃത്തിയാണോ? യോന 3:10 നാം കണ്ടു അതിന് ഉത്തരം. അതെ, അതൊരു പാപിയുടെ ഭാഗത്തുനിന്നുള്ള പ്രവൃത്തിയാണ്. അതുകൊണ്ട് അത് രക്ഷയ്ക്ക് വേണ്ടി അല്ല, രക്ഷിക്കപ്പെട്ടത് കൊണ്ടാണ്. ഈസ് റിപ്പൻറ്റൻസ് ഫ്രം സിൻ ഈസ് എ വർക്ക്, ഈസ് റിപ്പൻറ്റൻസ് ഫ്രം സിൻ ഈസ് നീഡഡ് ഫോർ സാൽവേഷൻ? നോ. പാപങ്ങളിൽ നിന്നുള്ള മാനസാന്തരം രക്ഷയ്ക്ക് വേണ്ടിയാണോ? അല്ല, രക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന് ചേർക്കരുത്. ഈസ് റിപ്പൻറ്റൻസ് നീഡഡ് ആഫ്റ്റർ സാൽവേഷൻ? യെസ്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞും മാനസാന്തരം ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. എന്തിൽ നിന്നാണ് മാനസാന്തരം ആവശ്യമുള്ളത്? രക്ഷയ്ക്ക് ശേഷം നമ്മുടെ അനുദിന പാപങ്ങളിൽ നിന്ന് നാം മനസ്സ് തിരിഞ്ഞ് ദൈവസന്നിധിയിൽ പ്രസാദകരമായ നേർവഴിയിലേക്ക് അനുദിനം നാം മാനസാന്തരപ്പെടേണ്ടത് ആവശ്യമാണ്. ഇതാണ് നാം ഇത്രയും നേരം കണ്ടതിന്റെ ഒരു സമ്മറി. ഇത്രയും നേരം വളരെ ശ്രദ്ധയോടെ കേട്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി പറയുന്നു. ദൈവത്തിന്റെ നാം മഹത്വപ്പെടുമാറാകട്ടെ.